ഹല്ലേലൂയ. ഞാൻ കർത്താവിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരിക്കലൂടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വരുവാനും നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതിൻ്റെ തുടർമാനമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. അത് നമ്മുടെ തീം ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 Corinthians chapter 9 verse 16 ആണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നതായ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ എനിക്കെന്ത് തോന്നുന്നു എന്നുള്ളതല്ല, ഞാൻ സുവിശേഷം അറിയിക്കാതിരിക്കുമ്പോൾ എനിക്കെന്ത് തോന്നുന്നു എന്നുള്ളതാണ് നമ്മൾ പോൾ എംഫസൈസ് ചെയ്യുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാനൊന്നുമില്ല. കാര്യം ഞാൻ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അതിനകത്ത് എനിക്ക് പ്രശംസിപ്പാനൊന്നും ഇല്ല. പക്ഷേ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ നമ്മൾ പറഞ്ഞ കാര്യം, ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ. വോ ഓൺ ടു മീ ഇഫ് ഐ ഡു നോട്ട് പ്രീച്ച് ഗോസ്പൽ. വോ ഓൺ ടു മീ എന്ന് പറയുന്ന വാക്ക് പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ അവരുടെ എക്സിസ്റ്റൻസ് നഷ്ടപ്പെട്ടു പോയതയോ, അല്ലെങ്കിൽ യെശയ്യാവ് ഉപയോഗിക്കുന്ന വാക്ക് അയ്യോ ഞാൻ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അയ്യോ ഞാൻ നശിച്ചു, ഞാൻ അരിഷ്ട മനുഷ്യൻ. വോ ഓൺ ടു മീ, ഐ ആം അൺഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എക്സിസ്റ്റൻസ്, ഞാൻ ഇവിടെ ലോകത്ത് ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇതേപോലെ ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ, അല്ലെങ്കിൽ പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നതായ കാര്യം. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ എന്താണ് ഈ സുവിശേഷീകരണത്തിന് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എന്ത് നിർബന്ധം? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ എങ്ങനെ ഒരു കൽപ്പനയുണ്ടല്ലോ എന്നുള്ള നിർബന്ധമല്ല. തീർച്ചയായും കൽപ്പനയുണ്ട്. പക്ഷേ എന്താണ് നമ്മളെ നിർബന്ധിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ പ്രേരണാ ഘടകം? അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. കാര്യം സുവിശേഷം അറിയിക്കുന്നവർ തന്നെ പലരും അതിൻ്റെ പൂർണ്ണമായും പോളിനെ എന്ത് നിർബന്ധിച്ചോ, അല്ലെങ്കിൽ വേദപുസ്തകം എന്ത് നിശ്ചയിച്ചിരിക്കുന്നോ, എന്തായിരിക്കണം നമ്മുടെ പ്രേരണ എന്നുള്ള കാര്യത്തിൽ പിന്നെയും പ്രശ്നമുണ്ട്. ഞാൻ പറയട്ടെ, ചിലപ്പോൾ നമ്മൾ സുവിശേഷീകരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമുക്കൊരു മെഗാ ചർച്ച് ഉണ്ടാക്കണമെന്നുള്ളതായിരിക്കും. മെഗാ ചർച്ചിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ മെഗാ ചർച്ച് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് സുവിശേഷം അറിയിക്കുന്നതെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. കാരണം പോൾ ഇവിടെ 2 Corinthians 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് വേഴ്സ് 11 2 Corinthians chapter 5 verse 11 ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവത്തിന് ഞങ്ങളുടെ ഹൃദയം അറിയാം. എന്തറിയാം? ഇത് വെച്ചുകൊണ്ട് ഞാനിവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാനൊന്നും അല്ല വരുന്നതെന്നുള്ളത്. ഞാൻ മുഖേന രക്ഷിക്കപ്പെട്ടവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ സുവിശേഷം അറിയിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട ആളുകളിൽ നിന്ന് ദശാംശം വാങ്ങിച്ച് എനിക്ക് നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ സുവിശേഷം അറിയിക്കുന്നത്. ഈ വ്യക്തികളെല്ലാം കൂടി വലിയൊരു മെഗാ ചർച്ച് ഉണ്ടാക്കി പൗലോസിൻ്റെ സഭ എന്ന് പേരിടാനായിട്ടല്ല ഞാൻ സുവിശേഷം അറിയിക്കുന്നത്. എന്തറിയാം? ക്രിസ്തുവിൻ്റെ സ്നേഹം ആണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സുവിശേഷീകരണത്തിൻ്റെ പിന്നിലെ പ്രേരണാ ഘടകം എപ്പോഴും എന്തു തന്നെ ആയിരിക്കണം? ക്രിസ്തുവിൻ്റെ സ്നേഹം. ദ ലവ് ഓഫ് ഗാഡ് കൺസ്ട്രെയിനത്ത് മീ. എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. പോൾ ഭ്രാന്തനാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ശരിക്കും നല്ല രീതിയിൽ സുവിശേഷം അറിയിക്കുന്ന ആളുകളെക്കുറിച്ച് അവൻ്റെ അങ്ങ് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് പറയുമല്ലോ. എന്നുള്ളത് പറയാൻ കാര്യം അവൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കരമാണ്. ആ കോൺസെൻട്രേഷൻ അവന് വേറെ ഒന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവൻ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി ഹീ ഈസ് പ്രീച്ചിങ് ഗോസ്പൽ. പക്ഷേ പോൾ പറയുന്നു, നിങ്ങൾ പറയുന്നല്ലോ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ നല്ല സുബോധമുള്ളവനാണ്. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം എന്നെ എന്ത് ചെയ്യുന്നു? ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഭ്രാന്തന്മാരാണ്. പക്ഷേ ആർക്കാണ് ഭ്രാന്തന്മാർ? അവിടെ 13 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും, സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കും ആകുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ലോകത്തിൻ്റെ ബുദ്ധിയോ ബോധമോ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ വലിയ ബുദ്ധിപൂർവ്വമൊന്നുമല്ല ഞങ്ങൾ ഇടപെടുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വി ആർ ജസ്റ്റ് എൻജോയിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അവിടെ
മാനുഷിക ബുദ്ധിക്ക് അതീതമായ നിലയിൽ തന്നെ പലപ്പോഴും ഞങ്ങൾ ഇടപെടുന്നുണ്ട്. എന്ന് തന്നെയല്ല, അവിടെ വെച്ചാണ് ഞങ്ങൾ യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുന്നത്. അങ്ങനെ യേശുവിൻ്റെ സ്നേഹത്താൽ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച് പുറത്ത് വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ബുദ്ധിമോശമൊന്നും ഞങ്ങൾ കാണിക്കത്തില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സാധാരണക്കാർ ചെയ്യാൻ മടിക്കാത്ത പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തന്നിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഭ്രാന്തൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര കോൺസെൻട്രേഷനും ഡിവോഷനുമാണ്. അത്രയും കോൺസെൻട്രേഷനും ഡിവോഷനും നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. അവർക്കൊരു കാര്യം ചെയ്യണമെന്ന് ചിന്തിച്ചാൽ അവർ ചെയ്തിരിക്കും. കാര്യം അവരതിനങ്ങ് ഡിസിഷൻ എടുത്ത് അങ്ങ് പൂർണ്ണ നിർണയത്തോടുകൂടെ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ പോളിൻ്റെ സുവിശേഷീകരണ യാത്രയുടെ ഇന്നലെ നമ്മൾ കണ്ട യൂറോപ്യൻ മിഷണറി ജേണിയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കും, ഈ മനുഷ്യൻ എന്താ ഒരു വ്യത്യാസവുമില്ലാതെ ഇത്രയും അനുഭവിച്ചിട്ടും എന്താ ഒരു ചേഞ്ചും ഇല്ലാത്തത് എന്ന് ചോദിച്ചു പോകും. കാര്യം യൂറോപ്യൻ മിഷണറി ജേണിയിൽ ഫിലിപ്പിയിൽ വെച്ച് നന്നായിട്ട് അടി വാങ്ങിച്ചു, തടവിലായി, വളരെ ലജ്ജാകരമായ നിലയിൽ അർത്ഥനഗ്നരായി അവരെ വഴിയിലൂടെ കൊണ്ടുപോയി എല്ലാ രീതിയിലും അവർ ലജ്ജിക്കപ്പെടേണ്ട രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യപ്പെട്ടു. വി വർ ട്രീറ്റഡ് ഷെയിംഫുള്ളി എന്ന് എഴുതിയിരിക്കുന്നു തെസ്സലോനിക്ക ലേഖനത്തിൽ ഫിലിപ്പിയിൽ വെച്ച്. എന്നിട്ടും തെസ്സലോനിക്ക വന്നപ്പോഴത്തേക്ക് ഒരു മയവും ഇല്ല. തെസ്സലോനിക്കയിലും അതേപോലെ തന്നെ സുവിശേഷം അറിയിച്ചു. തെസ്സലോനിക്കയിൽ കൂടെ ഉണ്ടായിരുന്നവരെ കൂടെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നിട്ടും ബെരോവയിൽ ചെന്നപ്പോൾ ഒരു വ്യത്യാസവുമില്ല. പൗലോസെ, കൂടുള്ളവരുടെ കാര്യമെങ്കിലും നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ത് ചെയ്തിരിക്കുകയാണ്? ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ വി ആർ സ്വെയ്ഡ്, ഞങ്ങളതിൽ അങ്ങ് ഒഴുകിയിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ. കാരണം ഞങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. വി നോ സംതിങ്. ഞങ്ങൾക്ക് നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ബോധ്യമുണ്ട്. എന്താണ്? ഏത് മനുഷ്യനും എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾ സുബോധമുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഭ്രാന്തന്മാർക്ക് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വമൊന്നുമില്ല, അല്ലേ? ഭ്രാന്തന്മാർ ഭയങ്കര ഡിവോട്ടഡ് ആണെങ്കിൽ അവർക്ക് എന്തില്ല? ഉത്തരവാദിത്വമൊന്നുമില്ല. കാര്യം അവർക്ക് സുബോധമില്ല. അവർ ഉത്തരവാദിത്വത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എങ്ങോട്ട് പോകുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളോട് എല്ലാ രീതിയിലും മനുഷ്യനെ സമ്മതിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി പേഴ്സ്വേഡ് മെൻ. ഞങ്ങൾ പുറകെ നടന്ന് സുവിശേഷം പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടേ പോകത്തുള്ളൂ? നരകത്തിലേക്കേ പോകത്തുള്ളൂ. അതവരോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊന്നുമല്ല. പക്ഷേ വി നോ ദാറ്റ് ദീസ് പീപ്പിൾ ആർ വിതൗട്ട് ക്രൈസ്റ്റ് ആൻഡ് ദേ ആർ ഹെഡിങ് ടുവേർഡ്സ് ഹെൽ. വി നോ ദാറ്റ്. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ചൂടുപിടിച്ചവരായി നിർബന്ധിതരായി ഞങ്ങൾ എന്തു ചെയ്യുന്നു? നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ വാക്യം വളരെ രസകരമാണ്. അതിനകത്ത് ഞങ്ങൾക്ക് മനസ്സിലായെന്നല്ല, ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ഈ സുബോധത്തിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്നതായ ചില നിർണയം. സുബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. സുബോധമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? തീരുമാനം എടുക്കുന്നില്ല. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചില കാര്യങ്ങൾ നിർണയിച്ചിരിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. 15 അല്ലെങ്കിൽ 14 വായിക്കുമ്പോഴത്തേക്ക്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. മലയാളം ഇങ്ങനെ വായിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വേദസം വായിക്കുമ്പോൾ ചില ടൈം എടുത്ത് വായിക്കേണ്ടതിൻ്റെയൊക്കെ കാര്യം അതാണ്, അല്ലേ? പിള്ളേർ ചോറുണ്ണതിന് മുമ്പ് വേദസം വായിച്ചാൽ എങ്ങനെയെങ്കിലും കുടുംബ പ്രാർത്ഥന തീർത്തേച്ച് കിടക്കാനാണെങ്കിൽ നമ്മളിങ്ങനെ അങ്ങനെ വായിച്ചൊന്നും വേദസം മനസ്സിലാകത്തൊന്നുമില്ല. ഒന്ന് തീർത്ത് കിട്ടിയേച്ച് പെട്ടെന്ന് ഉറങ്ങാൻ പോകാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇരുന്നൊന്ന് പെതിയൊന്ന് വായിച്ചു നോക്കിയേ. എന്താണ്? 2 നിർണയങ്ങൾ അവിടെ പ്രധാനമായിട്ടുമുണ്ട്. 2 കാര്യങ്ങളിൽ നിർണയമുണ്ട്. ഒന്നാമത് അവിടെ പറയുന്ന കാര്യം, അവർ ഇനി തങ്ങൾക്കായിട്ടല്ല, അവർ ഇനി ജീവിക്കുന്ന ആർക്ക് വേണ്ടിയല്ല? തങ്ങൾക്കായിട്ട് അല്ല. നോ ലോങ്ങർ ലിവ് അൺ ടു ദംസെൽസ്. അതാണ് ഡിസിഷൻ്റെ, നിർണയത്തിൻ്റെ ആദ്യ ഘട്ടം. ഇനി ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്കായിട്ട് അല്ല, എനിക്ക് വേണ്ടി അല്ല ഞാൻ ജീവിക്കുന്നത്. അതെപ്പോഴാണ് തീരുമാനിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിച്ച് കഴിയുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല. പിന്നെന്ത് വേണം?
തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുവിനായിട്ട് ജീവിക്കണം. ഐ നീഡ് ടു ലിവ് ഫോർ ജീസസ്. ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? യേശുവിന് വേണ്ടി ജീവിക്കുന്നു. എനിക്ക് വേണ്ടിയല്ല, യേശുവിന് വേണ്ടി. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ അടുത്ത ഒരു സന്ദർഭത്തിൽ പറയാം. നമ്മുടെ ഈ ഭാഗം ഞാൻ പെട്ടെന്ന് ചില ഓടിച്ച് പറഞ്ഞിട്ട് പിന്നെ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കാം. ഈ രണ്ട് ഡിസിഷനാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. ഒന്ന്, ഇഫ് യു ആർ ട്രൂലി ഗോ ഫോർ, നിങ്ങൾ ശരിക്കും യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു വിവശതയോടുകൂടെ, അല്ലെങ്കിൽ അതൊരു ഒരു ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അത് നിങ്ങളുടെ ഒരു വലിയ ഒരു നിങ്ങളെ നയിക്കുന്ന നിലയിലേക്ക് വരികയാണെങ്കിൽ, ഇഫ് യു ആർ ട്രൂലി കൺസ്ട്രെയിൻഡ് ബൈ ദ ലവ് ഓഫ് ജീസസ്, യേശുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ നിർബന്ധിക്കപ്പെടുന്നെങ്കിൽ ഏതൊരു വ്യക്തിയും എടുക്കുന്ന രണ്ട് തീരുമാനങ്ങളാണ്. ഒന്ന്, ഇനി എനിക്ക് വേണ്ടി ജീവിക്കുകയില്ല. രണ്ട്, ഞാൻ ജീവിക്കുന്നത് ഇനി എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായ യേശുവിന് വേണ്ടി ആയിരിക്കും ഞാൻ ജീവിക്കുന്നത്. ഈ രണ്ട് ഡിസിഷൻ എടുക്കുമ്പോൾ മാത്രമേ നമ്മളുടെ സുവിശേഷീകരണം ഫലവത്താകത്തുള്ളൂ. നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരാൾ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. സാധാരണ നമ്മൾ പറയുമ്പോഴത്തേക്ക് പറയുന്നൊരു വാക്കുണ്ട്, ഇറ്റ്സ് എ മീ ഫസ്റ്റ് വേൾഡ്. മീ ഫസ്റ്റ് വേൾഡ് എന്താ? ഏറ്റവും ആദ്യം വരുന്നത് ആരാണ്? ഞാൻ കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമെല്ലാം ഉള്ളൂ. എന്നെയാണ്. കുഞ്ഞുണ്ണിയുടെ ഒരു പഴയ കവിത ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ണിയുടെ കുഞ്ഞു കവിതയാണ്. അത് പറഞ്ഞത്, എനിക്ക് എന്നെയാണ് ഇഷ്ടം, എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം. എല്ലാവരുടെയും കാര്യമാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അത് കഴിഞ്ഞിട്ടോ? ഒരാൾ പറഞ്ഞു, അല്ല, അത് കഴിയുന്നേ ഇല്ലല്ലോ. എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം, അത് കഴിഞ്ഞാരെയാ? അതൊന്നും കഴിഞ്ഞിട്ട് വേണ്ടായോ? അത് കഴിയുന്നേ ഇല്ലല്ലോ. ഇതാണ് വാസ്തവത്തിൽ ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മീ ഫസ്റ്റ് വേൾഡ്. ഏത് രീതിയിലും ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഈ സ്വാർത്ഥത മനുഷ്യൻ്റെ മനസ്സിൽ കടക്കുകയാണ്. എനിക്ക് കൂടുതൽ വേണം. ആ സ്വാർത്ഥത കൂടുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രശ്നം വേറൊരാളും ആ ലോകത്തിലില്ല എന്നുള്ളതാണ്. വേറൊരാൾക്കും കൂടെ ഷെയർ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം കൂട്ടിവെക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. മനുഷ്യന് മാത്രം. ലോകത്തിൽ മറ്റൊരു ജീവിക്കും അവർക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ വേണമെന്നുള്ള ചിന്തയില്ല. ഒരിക്കലും ഏതെങ്കിലും ഒരു പക്ഷി അതിനൊറ്റ കൂടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് താമസിക്കാൻ ആകെ ഒരു കൂടേ ഉള്ളൂ. അയൽവക്കക്കാരനെ നോക്കി അസൂയപ്പെടുന്ന ഏക ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും എന്നറിയാമോ? മനുഷ്യനാണ്. ഇല്ലേ? അയൽവക്കക്കാരനെ നോക്കി അസൂയപ്പെടുന്ന ഏക ജീവി മനുഷ്യനാണ്. നോ ബേർഡ് എവർ ട്രൈ ടു ബിൽഡ് മോർ നെസ്റ്റ് ദാൻ ഇറ്റ്സ് നെയ്ബർ. അയൽക്കാരനുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കൂട് പണിയാനോ വീട് പണിയാനോ ഒരു പക്ഷിയും ഒരിക്കലും പരിശ്രമിച്ചിട്ടില്ല. അതിനാവശ്യമുള്ളത് മാത്രമേ അറിയുന്നുള്ളൂ. ഞാൻ കുറച്ചിങ്ങനെ എഴുതാം. നോ ഫോക്സ് എവർ ഫ്രെറ്റഡ് ബിക്കോസ് ഹി ഹാഡ് ഓൺലി വൺ ഹോൾ ഇൻ ദി എർത്ത് ഇൻ വിച്ച് ടു ലിവ് ആൻഡ് ടു ഹൈഡ്. ഒരു കുറുക്കനും അതിന് ഒളിക്കാനായിട്ട് ഒരു മാളമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമിച്ചിട്ടില്ല. രണ്ട് മാളം ഉണ്ടാക്കാൻ അതൊരിക്കലും പരിശ്രമിച്ചിട്ടില്ല. നോ സ്ക്വിറൽ എവർ ഡൈഡ് ഇൻ ആങ്സൈറ്റി ലെസ്റ്റ് ഹി ഷുഡ് നോട്ട് ലേ അസൈഡ് ഇനഫ് നട്ട്സ് ഫോർ ദ 2 വിൻറ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 1. ഈ സ്ക്വിറൽ, നമ്മളുടെ അണ്ണാൻ, വിൻ്ററിൻ്റെ ടൈമിൽ, നമ്മുടെ ഇവിടെ ഇത്രയും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല, വിൻ്റർ ഉള്ള സ്ഥലങ്ങളിൽ ശീതകാലത്ത് ഇതിന് ആവശ്യത്തിന് ഭക്ഷണം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ചൂടുള്ള സമയത്ത് തന്നെ അതെന്ത് ചെയ്യും? ഇതിൻ്റെ മാളത്തിൽ അടുത്ത ഒരു വിൻ്ററിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ കൊണ്ടുവെക്കും. കാര്യം അന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല, മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. എന്നാൽ ഒരിക്കൽ പോലും അത് 2 വർഷത്തേക്കുള്ള ഭക്ഷണം അതിനകത്ത് വെച്ചിട്ടില്ല. നമ്മൾ 2 വർഷത്തേക്ക് വല്ലതും ആണോ വെച്ചിരിക്കുന്നത്? ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു സേഡ്ജി, ഞാൻ ഈ ആഫ്രിക്കയിൽ ഒത്തിരി ഗുജറാത്തികളുണ്ട്, അതുകൊണ്ട് ഈ അവരുടെ സ്റ്റോറീസൊക്കെ ഒത്തിരി ഉണ്ട്. ഇവരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഏക സന്തോഷം, ഈ നേരത്തെ ഇവർ പൈസ ഒന്നും ബാങ്കിലെടുത്തില്ലായിരുന്നു, ഇപ്പം ബാങ്കിലിടാത്തതുകൊണ്ട് ഇതിങ്ങനെ പൈസ ഇങ്ങനെ കെട്ടി അടുക്കി വെച്ചിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പം വന്ന് അങ്ങനെയല്ല. ഇപ്പം വരുമ്പോഴത്തേക്ക് നമ്മൾ
നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മുടെ ഡിജിറ്റ്സ് എങ്ങനെ ഇടത്തോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ നോട്ടം, ഇല്ലേ? ഡിജിറ്റ്സ് ഇടത്തോട്ട് എങ്ങനെ നീണ്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ നോട്ടം. ഈ അടുത്ത സമയത്ത് ഒരു സ്കിറ്റ് ഒരു സൺഡേ സ്കൂളിൽ കാണിച്ചു. ഒരു ചെറുക്കൻ അവൻ്റെ ഒരു പ്രോബ്ലം ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുകയാണ്, ഒരു സ്പിരിച്വൽ ഇതാണ്, ഡോക്ടറെ കൊണ്ട് കാണിക്കുകയാണ്. രോഗം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ അവൻ മുന്നോട്ട് ഒരു കാല് വെച്ചാൽ 2 കാല് പുറകോട്ടൊക്കെ പോകും. അത് സൺഡേ സ്കൂളിൽ പോകുമ്പോഴേ ഉള്ളൂ, വേറെ എവിടെ പോകാനും ഇല്ല. പക്ഷേ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ മുന്നോട്ടൊരു കാല് വെച്ചാൽ പുറകോട്ട് 2 കാല് പോകും. ഈ രോഗത്തിൻ്റെ പ്രശ്നം പറയാനായിട്ട് ഡോക്ടർ എടുത്തിരുന്നു. അപ്പോൾ ഡോക്ടർ മോനോട് ചോദിക്കുക, മോനെ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാ? ഞാൻ പറയാം ഫേസ്ബുക്ക്. ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഫേസ്ബുക്ക്. ഉള്ള ചോദിച്ചു, നിൻ്റെ പപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാ? അത് മമ്മിക്കും എല്ലാവർക്കും അറിയാം. എന്തുവാടാ? പാസ്ബുക്ക്. പപ്പായ്ക്ക് പാസ്ബുക്കാണ് ഇഷ്ടമെങ്കിൽ പിന്നെ ചെറുക്കന് ഫേസ്ബുക്ക് അല്ലാതെ പിന്നെ ഏത് ബുക്കാണ് ഇഷ്ടമുള്ളത്? അപ്പോൾ പാസ്ബുക്ക് നോക്കിയിരിക്കുന്ന അപ്പൻ്റെ മക്കൾ പിന്നെ ഫേസ്ബുക്ക് അല്ലാതെ എന്തോ ബുക്ക് നോക്കാനാണ്, ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ നമ്മുടെ സമൂഹം ഒരു മീ ഫേസ്റ്റ് വേൾഡിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സെർജിയുടെ അടുത്ത് അയാൾ ഒരു ചാർട്ടർ അക്കൗണ്ടിനെ കണ്ടിട്ട് പറഞ്ഞു, അയാൾക്ക് ഒത്തിരി കമ്പനികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഈ കമ്പനികളെല്ലാം ഉള്ളതുകൊണ്ട് അയാൾ സെർജി ഈ ചാർട്ടർ അക്കൗണ്ടിൽ ചോദിച്ചു, എൻ്റെ സകല സ്വത്തും ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, ഇത് ഗ്രോത്ത് ഒന്നും ഉണ്ടാകാതെ ഈ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ എൻ്റെ അടുത്ത എത്ര തലമുറകൾക്ക്, അതായത് ഇപ്പോഴത്തെ മക്കളുടെ കണക്കൊക്കെ വെച്ച് അടുത്ത തലമുറകളെല്ലാം കണക്ക് കൂട്ടി അടുത്ത എത്ര തലമുറകൾക്ക് വേണ്ടിയുള്ളത് സമ്പാദ്യമായി എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതൊന്ന് കണക്ക് കൂട്ടാൻ ഒരു ചാർട്ടർ അക്കൗണ്ടൻറ്റിനെ ഏൽപ്പിച്ചു. ചാർട്ടർ അക്കൗണ്ടൻറ്റ് ഒരു ദിവസം മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, സെർജി ഇനി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അടുത്ത 20 തലമുറകൾക്ക് ജീവിക്കാനുള്ള പണം ഇപ്പോൾ തന്നെ സെർജി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാളൊരൊറ്റ കരച്ചിലാണ്. അപ്പോൾ സാറേ, എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കും? 20 തലമുറയ്ക്കുള്ളതുകൊണ്ട് എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കും? ഇതാ നമ്മുടെ പ്രശ്നം. ഒരു വിൻ്ററിന് വേണ്ടി പോലും ഉള്ളതിലധികം ഒരു നട്ട് പോലും സൂക്ഷിച്ചു വെക്കാൻ ഒരു സ്ക്വിറലും തയ്യാറാകുന്നില്ല. പക്ഷെ നമ്മൾ എന്തിനാണ് ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുന്നത്? അതാണ് നമ്മൾ ഒരു മീ ഫേസ്റ്റ് വേൾഡ്, ഐ ലിവ് ഫോർ മൈസെൽഫ് എന്നുള്ളത് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, നോ ഡോഗ് എവർ ലോസ്റ്റ് സ്ലീപ്പ് ബിക്കോസ് ഹി ഹാഡ് നോ ബോൺസ് ഇൻ ദ ഗ്രൗണ്ട് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഒരു നായയും എന്ത് ചെയ്യുന്നില്ല, എനിക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള എല്ലിൻ കഷണം ഇല്ല എന്ന് പറഞ്ഞ് ഉറക്കം നഷ്ടപ്പെടുന്നില്ല. ബട്ട് മാൻ ഈസ് ഹീപ്പിംഗ് അപ്പ് ട്രഷേഴ്സ് ഓൺ എർത്ത് ഫോർ ഹിസ് ജനറേഷൻസ്. തലമുറകൾക്ക് വേണ്ടി കൂട്ടിവെക്കുന്ന ലോകത്തിലെ ഏക ജീവി എന്ന് പറയുന്ന ആരാണെന്നറിയാമോ? മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ മാത്രം അവൻ്റെ കുടുംബത്തിന് വേണ്ടിയും തലമുറകൾക്ക് വേണ്ടിയും കരുതി വയ്ക്കുന്നു. പക്ഷേ ആ കാലം കഴിയാണ്. ഇന്നിപ്പോൾ കുടുംബത്തിന് വേണ്ടി പോലും കരുതി വെക്കുന്നില്ല. എന്താ ചെയ്യുന്നത്? അവന് വേണ്ടി മാത്രം. ഭാര്യയ്ക്കും ഭർത്താവിനും വേറെ അക്കൗണ്ടല്ലേ ഇവിടെ? കാര്യം എന്നാ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം ഇല്ലാഞ്ഞത് കൊണ്ട് രണ്ടുപേരുടെയും കൂടെ ഒരു അക്കൗണ്ട് ആയാലും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴേ എന്താ, ഐ ആം ജസ്റ്റ് വണ്ടറിങ് ഹൗ മെനി പീപ്പിൾ ഇന്നിപ്പോൾ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് വെരി വെരി സ്മോൾ തിങ്സ്. എന്തെങ്കിലും കാര്യമുണ്ടായിട്ടാണെങ്കിൽ വേണ്ടില്ല, ഇല്ലേ? എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മീ ഫേസ്റ്റ് വേൾഡ്, തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരു ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിതനായി തീരുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കുമ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം എടുക്കുന്ന തീരുമാനം, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കത്തില്ലെന്ന്. വെൻ യു സ്റ്റാർട്ട് ലവിങ് ജീസസ്, പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഞാനൊരു നിർണയിച്ചിരിക്കുന്ന പറയുന്നത്. ഇറ്റ്സ് എ ഡിസിഷൻ, ഇറ്റ്സ് എ റെസൊല്യൂഷൻ. ഞാൻ നിർണയിച്ചിരിക്കുന്നു. എന്ത്? ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു, വി വിൽ നെവർ ലിവ് ഫോർ അവർ സെൽസ്. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയില്ല എന്നുള്ള ആ സെൽഫിഷ്നെസ് വിട്ടിട്ടുള്ള ഈ സെൽഫിഷ്നെസ് നമുക്ക് ഭൗതിക കാര്യങ്ങളിൽ മാത്രമല്ല, ആത്മീയ കാര്യങ്ങളിൽ പോലും ഈ സെൽഫിഷ്നെസ് ഭയങ്കര ഒരു ഘടകമായി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആത്മീയ കാര്യങ്ങളിലും സെൽഫിഷ്നെസ് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ പണം സമ്പാദിക്കുന്നതിനകത്ത് മാത്രമല്ല സെൽഫിഷ്നെസ്. സ്പിരിച്വൽ ഈ സഭകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സെൽഫിഷായിട്ടാണ് ആലോചിക്കുന്നത്. എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് ആരാധിക്കണം, ഇതൊക്കെ അല്ലാതെ വേറെ മനുഷ്യൻ്റെ മനസ്സിൽ ചിന്തയൊന്നും ഇപ്പം ഒരു മറ്റുള്ളവർ എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നല്ലാതെ വേറെ ആളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്, ഇല്ലേ? മറ്റു പലരുടെയും ഒരു വലിയ പ്രശ്നം എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആരാധനയൊക്കെ എനിക്ക് ആരാധിക്കണം. ഞാൻ ഒരു ചേർച്ചിൽ അവിടുത്തെ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് എന്തോ ഈ
എന്തുവാ കടലാസ് ചുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ എറിയുന്ന ഇതാ, അല്ലെങ്കിൽ എറിയുകയും കടലാസ് കൊണ്ട് ചുരുട്ടി എറിയുക. പാസ്റ്ററും ശ്രദ്ധിക്കുന്നില്ല, വിശ്വാസികളും ശ്രദ്ധിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് കൊച്ചു പിള്ളേരൊന്നും അല്ല, ഒരു 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരല്ല, തീരെ കുഞ്ഞു പിള്ളേരൊന്നുമല്ല, തീരെ കുഞ്ഞു പിള്ളേരൊന്നുമല്ല. എനിക്കെൻ്റെ സങ്കടവും ദേഷ്യവും എല്ലാം വന്ന് ഒരുത്തൻ്റെ കൈക്ക് ഞാൻ കയറി പിടിച്ചു. അവൻ എൻ്റെ കൈ തട്ടി വെച്ച് പിന്നെ എറിഞ്ഞു. തീർന്നു കഴിഞ്ഞപ്പോൾ സഭയുടെ ഒരു സീനിയർ ആളോട് ഞാൻ പാസ്റ്റർക്ക് ഇത് പറയാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പാസ്റ്റർ പറഞ്ഞാൽ ചിലപ്പോൾ പാസ്റ്റർ അടുത്ത പ്രാവശ്യം പാസ്റ്റർക്ക് പിന്നെ അവിടെ നിലനിൽപ്പില്ലായിരിക്കാം. മേ ബി ദാറ്റ്സ് എ റീസൺ, ഐ ഡോണ്ട് നോ. അതല്ലാതെ വേറെ ഞാൻ റീസണൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു പാസ്റ്റർക്ക് പറഞ്ഞാൽ എന്താ പ്രശ്നം? കൈ ചുരുട്ടി എറിയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, എടാ ഇവൻ്റെയൊക്കെ അപ്പനും അമ്മയും ഇവിടെ ഇല്ലേ? ഇതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനോ ഒന്ന് മാറ്റിയെടുത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. തീരെ കുഞ്ഞു പിള്ളേരാണ്, എനിക്ക് ഒരു പ്രയാസമില്ല. പക്ഷേ ഇവനൊക്കെ എന്താണെങ്കിലും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ, 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ഒരു 8-9 വയസ്സുള്ള പിള്ളേരാണ് ഇത് കാണിക്കുന്നത്. അല്ലാതെ ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞു പിള്ളേർ എന്തെങ്കിലും കാണിക്കട്ടെ, അത് നമുക്കൊരു പ്രയാസമല്ല. ഈ സ്കൂളിൽ ഇത് കാണിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, സ്കൂളിൽ ഒരു ടീച്ചർ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിപാടി കാണിക്കുമോ? കാണിക്കത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്തും കാണിക്കാമെന്നാണ് കാര്യങ്ങളുടെ ചിന്ത. അതുകൊണ്ടല്ലേ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൻ്റെയൊക്കെ അപ്പനും അമ്മയും എന്തിയേ? ഉടനെ അവനോട് പറഞ്ഞു, അച്ഛൻ എന്താ ഓർത്തോണ്ടാ? അപ്പനും അമ്മയും വന്നിരിക്കുന്നത് എന്താണെന്നറിയാം, ഒന്ന് ആരാധിക്കാനാ ഞായറാഴ്ച. അതിനിടയ്ക്ക് പിള്ളേരെ ഒന്നും ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ലെന്ന്. ഞാൻ വരണ്ടു പോയി. ഇത്രയ്ക്ക് വലിയൊരു കാര്യമാണോ ഈ ആരാധിക്കാന്നവർ ഉദ്ദേശിക്കുന്നത്? എന്താ കൈ അടിച്ച് പൊട്ടിക്കുന്ന കാര്യമൊക്കെയാണ്. ഇത് വലിയൊരു ആനക്കാര്യമാണോ? ആരാധിക്കാൻ വന്നിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ലെന്ന്. അതായത് ബാക്കിയുള്ളവരൊക്കെ അനുഭവിച്ചോളാൻ ഇല്ലേ? ആളുകളുടെ ചിന്ത എന്താണ്? എനിക്ക് ആരാധിക്കണം എന്നുള്ളത്. എനിക്ക് ആരാധിക്കണം, എല്ലാം സഭ എനിക്ക് വേണ്ടി, സഭായോഗം എനിക്ക് വേണ്ടി, സഭ എനിക്ക് വേണ്ടി, പാസ്റ്റർ എനിക്ക് വേണ്ടി, പ്രാർത്ഥന എനിക്ക് വേണ്ടി സഭ. ദൈവവും എനിക്ക് വേണ്ടിയാ. നമ്മളെന്തിനാണ് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നതും? ഈ സാക്ഷ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന പറയാനുണ്ട്, ദൈവം എനിക്ക് വേണ്ടി. ഞാൻ ദൈവത്തിന് വേണ്ടി അന്ന് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് എനിക്ക് നല്ലവനും വിശ്വസനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. എനിക്ക് കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ ഒരു വാഹനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എനിക്ക് വാഹനം തന്നു. തന്നെയല്ല, ഭവനത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനുണ്ടായിരുന്നു. കർത്താവ് അതെല്ലാം ക്രമീകരിച്ച് തരുവാൻ തീർന്നു. എല്ലാം കർത്താവ് ചെയ്തു. നീ എന്തോ ചെയ്തു? അതായത് ദൈവം എനിക്ക് വേണ്ടി എന്നുള്ളൊരു ജാതീയ സങ്കല്പമാണ്. അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്യത്തില്ലെന്നുള്ളതല്ല. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ആരാധനയാണ്. ദാറ്റ് ഇസ് റിലിജിയൻ. ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തോണം, സഭ എല്ലാം എനിക്ക് വേണ്ടി, ആളുകൾ എനിക്ക് വേണ്ടി, സഭ മറ്റുള്ളവരെല്ലാം. ചില ആളുകൾ പറയുന്നത് കേട്ടില്ലേ, ഞാൻ അസുഖമായി കിടന്നപ്പോൾ സഭയിൽ ഒരു വിശ്വാസി പോലും എൻ്റെ വീട്ടിലൊന്ന് കയറുക പോലും ചെയ്തില്ല. നിൻ്റെ സഭയിൽ എത്ര പേര് അസുഖമായി കിടന്നപ്പോൾ നീ പോയിട്ടുണ്ട്? എൻ്റെ വീട്ടിൽ ഞാൻ അസുഖമായി കിടന്നപ്പോൾ ആരും ഒന്ന് കയറുക പോലും ചെയ്തില്ല. കയറണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എനിക്ക് മതിയോ? നമ്മുടെ സഭയിൽ എത്ര പേര് അസുഖമായി കിടന്നപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ട്? എനിക്ക് കാര്യം അത് മീ ഫസ്റ്റ് വേൾഡിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. എല്ലാവരും സാക്ഷി പറയുമ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ ആർക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഐ എം നോട്ട് ജോക്കിങ്. നമ്മൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ തമാശയ്ക്കൊന്നും ചോദിക്കുന്ന ചോദ്യമല്ല. കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. നമ്മളങ്ങനെ അങ്ങ് പഠിച്ചു വച്ചിരിക്കുകയാണ്. എല്ലായ്പ്പോഴുമുള്ള എനിക്ക് വേണ്ടി എന്നുള്ളത്. അതൊരു ശൈശവാവസ്ഥയാണ്. വെറും ഒരു ശിശുവിൻ്റെ അവസ്ഥയാണ്. ശിശുക്കളുടെ ഒരു പ്രത്യേകതയാണ്, ശിശുക്കൾക്കെല്ലാം കിട്ടണം, അവരൊന്നും കൊടുക്കത്തില്ല. കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ശിശുക്കൾ എന്തു ചെയ്യും? നമ്മുടെ കയ്യിൽ എന്തോ ഇരുന്നാലും അവർ അത് പിടിച്ചു വാങ്ങിക്കും. പക്ഷേ അവരുടെ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ? എന്തൊരു കാർച്ചയായിരിക്കും. ഇതേപോലെയുള്ള ആത്മീയ ശിശുക്കളാണ് ഇന്ന് സഭകളിൽ നമ്മൾ കാണുന്നത്. അവർക്കെല്ലാം കിട്ടണം, ഏത് ചെറിയ കാര്യത്തിനും. കുഞ്ഞിനെ സ്കൂളിലോട്ട് വിടണമെങ്കിലും വേണമെങ്കിൽ പാസ്റ്റർ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ? ഒരു പനി വന്നു കഴിഞ്ഞാലോ വേദന വന്നു കഴിഞ്ഞാൽ പാസ്റ്ററെ വയറ്റുവേദനയാണ് പ്രാർത്ഥിക്കണേ. എല്ലാവരും നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാ എല്ലാത്തിനും പാസ്റ്ററെ വിളിക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഏത് കാര്യത്തിനും പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പറ്റത്തുള്ളൂ. അതൊരു ശൈശവാവസ്ഥയാണ്. ഒരു പാസ്റ്ററെ ഡിപ്പെൻഡ് ചെയ്തുള്ള ജീവിതം പോലും ശൈശവാവസ്ഥയാണ്. പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുമായിരിക്കും, കാര്യം ശരിയാണ്. പക്ഷേ
അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്യാൻ പറ്റും ആ സമയത്ത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? 4 പേരോട് സുവിശേഷം പറയാൻ പറ്റത്തില്ലേ? നിങ്ങൾ അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് വിട്. എല്ലാം എനിക്ക് വേണ്ടി. പാസ്റ്റർ എന്നെ പ്രാർത്ഥിക്കും, പെയിൻ ഗോയവേ കമ്പഹേൻ അനദർ ഡേ. പിറ്റേ ദിവസം വരും. പിറ്റേ ദിവസം ഒരു ദിവസം വയറ്റുവേദനയാണെങ്കിൽ ഒരു ദിവസം കൈവേദനയായിരിക്കും. അന്നേരം പിന്നെ പാസ്റ്ററെ ഇന്നലെ വയറ്റുവേദനയായിരുന്നു, ഇന്നിപ്പോൾ കൈവേദനയാണ് പാസ്റ്ററെ, പ്രാർത്ഥിക്കണേ പാസ്റ്ററെ. പിന്നെ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കണം. ഞാൻ ഈ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുന്നത് എതിര് പറയുന്നൊന്നുമല്ല. എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഡിപ്പെൻഡൻ്റായിട്ട് മറ്റുള്ള, അല്ലെങ്കിൽ നമ്മൾ സഭ എനിക്ക് വേണ്ടി, ജനങ്ങൾ എനിക്ക് വേണ്ടി, എല്ലാം കുഞ്ഞുങ്ങൾക്കെല്ലാം കിട്ടണം. കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ഗിമ്മി എന്നാണ് പറയുന്നതല്ലേ? നമ്മളും പറയുന്നതാണ് ഗിമ്മി ബ്ലസ് മീ എന്നാണ് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ. കിട്ടണേ തരണേ അനുഗ്രഹിക്കണേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ വാചകം ഒന്നുകിൽ കർത്താവേ എനിക്ക് ഇന്ന കാര്യത്തെ തരണമേ, പിന്നെ തരണമേ, പിന്നെ അനുഗ്രഹിക്കണമേ, തരണേ അനുഗ്രഹിക്കണേ എന്നായിരിക്കും എല്ലാ വാചകവും അവസാനിക്കുന്നത്. ഗിമ്മി ബ്ലസ് മീ എന്നുള്ളതായിരിക്കും. ഇതൊരു ആത്മീയ ശൈശവാവസ്ഥയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ പ്രാർത്ഥന എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്ര സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര സമയം ജനങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒക്കെ നമ്മുടെ പ്രാർത്ഥന സ്വാർത്ഥതയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, പണസമ്പാദനവും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു വശം മാത്രമാണ്. സ്വാർത്ഥതയും നല്ലൊരു ശതമാനം നമ്മൾ ആത്മീയമായും സ്വാർത്ഥരാണ്. എനിക്ക് ലഭിക്കണം എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും നമ്മുടെ മനസ്സിലില്ല. എന്നാൽ ഒരു ശിശു എപ്പോഴും ലഭിക്കണമെന്ന് ചിന്തിക്കുന്നെങ്കിൽ പ്രായമായ വ്യക്തി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൊടുക്കുകയാണ്. When you are grown up, when you are a child, you are receiving. But when you are grown up, you started giving. When I was a child, I was receiving from my father. But when I am grown up, I am giving to my children. ഇതാണ് ആത്മീയതയിലെ വളർച്ചയെന്ന് പറയുന്നത്. നിങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾ ശൈശവാവസ്ഥ വിട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ശൈശവാവസ്ഥയിലാണ്. ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം അതാണ്. നമ്മുടെ സഭയിലെ 99% വിശ്വാസികളും ശൈശവാവസ്ഥയിലാണ്. അവർക്ക് കിട്ടണം. എന്ത് കിട്ടണം? പണം കിട്ടണമെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. ചിലർക്ക് അതിനകത്തു നിന്നൊക്കെ കുറച്ച് വിടുതലുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ഒത്തിരി ഉണ്ട്. പക്ഷേ പണം വേണ്ടാന്നുള്ളവർക്കും എല്ലാവരുടെയും പ്രാർത്ഥന വേണം, എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കണം, എല്ലാവരും എൻ്റെ വീട്ടിൽ വരണം. എൻ്റെ വീട്ടിലൊരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ എല്ലാവരും വരണം, ഞാൻ വേറെ ആരുടെയും വീട്ടിൽ പോകത്തില്ല. വൈ? ഇതെല്ലാം സ്വാർത്ഥതയുടെ ഭാഗമാണ്, അതിൽ കൂടുതലല്ല. അതുകൊണ്ട് ആത്മീയതയുടെ വളർച്ചയുടെ പക്വതയുള്ള ഒരാളും, ഞാൻ അസുഖമായി കിടന്നപ്പോൾ ഒരാളും എൻ്റെ വീട്ടിൽ കയറിയില്ലെന്ന് പറഞ്ഞ് പരാതി പറയത്തില്ല. പക്വതയുള്ള ഒരാളും അയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി പറയത്തില്ല. ഈ പരാതി പറയുന്നത് തന്നെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, കുഞ്ഞുങ്ങൾക്ക് വേറൊരാളെ ശ്രദ്ധിക്കാൻ പോലും കുഞ്ഞുങ്ങൾ സമ്മതിക്കത്തില്ല. ശരിയല്ലേ? നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇളയ കുഞ്ഞിനെ കാണോ ആദ്യം പോയി എടുത്തു കഴിഞ്ഞാൽ തീർന്നു, ഇല്ലേ? ഇളയ കുഞ്ഞിനെ ആദ്യം നമ്മൾ പോയി എടുക്കുകയോ ഒരു സമ്മാനം കുഞ്ഞുണ്ടാകുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ, പുതുതായിട്ട് കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ ഞാൻ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ സമ്മാനം വാങ്ങിച്ചോണ്ട് പോലും പോവുകയാണെങ്കിൽ 2 പേർ കൂടെ വാങ്ങിച്ചോണ്ട് പോകത്തുള്ളൂ. കാര്യം എനിക്കറിയാം, ഇല്ലെങ്കിൽ മൂത്ത വെച്ചുണ്ടെങ്കിൽ ഇടിനാശവും വെള്ളപ്പൊക്കമാണെന്നറിയാം. കാര്യം പിള്ളേരങ്ങനെയാണ്. വേറെ ആരെയും കെയർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അത് കുഞ്ഞുങ്ങളുടെ ഒരു സ്റ്റേജാണ്. അതുകൊണ്ടാണ് ഈ പരാതി തന്നെ എന്താണ്? ശൈശവാവസ്ഥയുടെ ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ പക്വത പ്രാപിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രാർത്ഥന, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എനിക്ക് വേദനയാകുമ്പോഴത്തേക്ക് ഞാൻ ആളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയല്ല, വേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. മറ്റുള്ളവരുടെ ഭവനങ്ങളിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ്, മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങുകയാണ്. ഐ സ്റ്റാർട്ട് പ്രേയിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. മറ്റുള്ളവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കാൻ തുടങ്ങുകയാണ്. മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കാൻ തുടങ്ങുകയാണ്. അത് പക്വതയുടെ ലക്ഷണമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒരു പക്വതയുടെ ലക്ഷണമാണ്. നിങ്ങൾ ശൈശവ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ആരോടും സുവിശേഷം പറയത്തില്ല. കാര്യം നിങ്ങൾക്ക് കിട്ടണമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ പക്വത പ്രാപിച്ചു കഴിയുമ്പോൾ യു സ്റ്റാർട്ട് പ്രേയിങ് ഫോർ അതേഴ്സ്, പ്രീച്ചിങ്, ഷെയറിങ് ഫോർ അതേഴ്സ്, യു സ്റ്റാർട്ട് വിസിറ്റിംഗ് അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വില്യം ബൂത്ത് എന്ന് പറയുന്ന പ്രശസ്തനായ സുവിശേഷകനെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും.
രക്ഷാസൈന്യം എന്ന് നമ്മൾ പറയുന്ന സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനാണ് വില്യം ബൂത്ത്. വില്യം ബൂത്ത് ലോകം മുഴുവൻ പ്രസംഗിച്ചു നടന്ന ആളാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മരിക്കാറായ സമയത്ത്, മരിക്കാമെന്ന് അറിയത്തില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് പോകാൻ, യാത്ര ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗമാണെന്നുള്ളത് അദ്ദേഹം അറിഞ്ഞിട്ടല്ല. പക്ഷേ മരണത്തിൻ്റെ തലേ ദിവസം അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാവുന്ന ഏറ്റിരുന്നു. അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. ഹി വാസ് ടോട്ടലി ബെഡ് റിഡൻ. അതുകൊണ്ട് അദ്ദേഹം ഒരു വ്യക്തിയുടെ കയ്യിൽ അയാളുടെ പ്രസംഗം എഴുതി കൊടുത്തു വിട്ടു. ഒരു കവറിനകത്ത് എഴുതി കൊടുത്തു വിട്ടു. അത് പോയി ഈ വ്യക്തി അവിടെ ചെന്ന് അത് കവർ തുറന്ന്, എൻവലപ്പ് തുറന്ന് വായിച്ചു നോക്കിയപ്പോൾ ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, അതേഴ്സ്. ആ ലെറ്ററിനകത്ത് ഒറ്റ വാചകം എഴുതി നിന്നു, അതേഴ്സ്, മറ്റുള്ളവർ. അത്രയേ ഉള്ളൂ. നമ്മുടെ കൺസേൺ എപ്പോഴും എന്തായിരിക്കണം? മറ്റുള്ളവരായിരിക്കണം. മറ്റുള്ളവർ. അതാണ് നമ്മൾ ഓർക്കേണ്ടതായ കാര്യം. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഇനി ഞങ്ങൾ ഒരു നിർണയം എടുത്തിരിക്കുന്നു. കാര്യം ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണമാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു. പോൾ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താണ്? വെൻ ഹി വാസ് ലുക്കിംഗ് അറ്റ് ദ ക്രോസ്. ഞാൻ പല സ്ഥലങ്ങളിലും പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം അതെൻ്റെ ഹൃദയത്തെ അതുപോലെ സ്വാധീനിച്ചതുകൊണ്ടാണ്. വെൻ വി ലുക്ക് അറ്റ് ദ ക്രോസ്, വാട്ട് വി സീ ഓൺ ദ ക്രോസ്? എ മാൻ ഹു ലിവ്ഡ് ഫോർ അതേഴ്സ് ആൻഡ് ഡൈഡ് ഫോർ അതേഴ്സ്. നമ്മൾ ക്രൂശിൽ കാണുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ഒരു വ്യക്തി. അതാണ് യേശു. ഈ ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ചതുകൊണ്ടാണ് പോൾ പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണമെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. When we look at the cross, when we see Jesus who lived for others and died for others, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത യേശുവിൻ്റെ ഒരു ദർശനം, അതാണ് യേശുവിൻ്റെ സ്നേഹം. അവൻ കാൽവരി ക്രൂശിൽ നാം പാപികളായിരിക്കുമ്പോൾ മരിച്ചതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ആ സ്നേഹം എൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം, ഞാനും ഇനി യേശുവിനെ പോലെ ആയിരിക്കും ജീവിക്കുന്നത്. കാരണം യേശു തനിക്ക് വേണ്ടി തന്നെ ജീവിച്ചില്ല, തനിക്ക് വേണ്ടി അല്ല അവൻ മരിക്കുന്നത്. ഐ ഓൾസോ വിൽ ലിവ് ഫോർ അതേഴ്സ് ആൻഡ് ഡൈ ഫോർ അതേഴ്സ്. അതാണ് ഡിസിഷൻ, അതാണ് നിർണയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതറിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാർത്ഥത ഉണ്ടാകത്തില്ല, ആത്മീയ സ്വാർത്ഥത ഉണ്ടാകത്തില്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചാൽ എല്ലാവരും മരിച്ചു. അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ വല്ലവർക്കും വേണ്ടി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ആളുകൾ ഈ ഇപ്പോഴത്തെ പ്രസംഗരൊക്കെ പറയുന്നത്, എടാ കർത്താവ് ക്രൂശ് സഹിച്ചില്ല, ഇനി നമ്മളോട് എന്തിനാണ് സഹിക്കുന്നത്? കർത്താവ് ക്രൂശ് സഹിച്ചെങ്കിൽ അത് നമ്മൾ സഹിക്കേണ്ടതിനുള്ള നമ്മുടെ മാതൃകയാണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എത്രയും കൂടുതൽ ഇപ്പോഴത്തെ ഈ പ്രസംഗങ്ങളുടെ എല്ലാം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എത്ര കൂടുതൽ പ്രിവിലേജ് കിട്ടുമെന്നുള്ളത് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രസംഗങ്ങളെല്ലാം. നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടും, നിങ്ങൾ എന്ത് കൊടുക്കണമെന്നുള്ളത് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ യേശു ഒരിക്കലും എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. യേശു എപ്പോഴും എന്ത് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്തെങ്കിലും ഓഫർ ചെയ്ത് യേശു ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മളെന്താ അങ്ങനെ വിളിക്കാൻ കാര്യം? അവിടെയാണ് വേദപുസ്തകത്തെ കോട്ടിമാട്ടുന്നതായ പ്രസംഗങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ഒറ്റയൊരുത്തിന് പോലും സുവിശേഷം അറിയിക്കാനുള്ള മോഹമില്ലാതെ വരികയാണ്. ഈ പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയും അവർക്ക് എങ്ങനെയെങ്കിലും ആരാധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണമെന്നുള്ളതല്ലാതെ വേറെ ഒരു ലക്ഷ്യവുമില്ലാത്ത കുറേ സ്വാർത്ഥരായ ക്രിസ്ത്യാനികളെ നിർമ്മിക്കാൻ മാത്രമേ ഈ ആധുനിക പ്രസംഗങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. സ്വാർത്ഥരായ കുറച്ച് വിശ്വാസികളെ നിർമ്മിക്കാൻ. ഇറ്റ് ഈസ് ടോട്ടലി ഒരു നോൺ ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ്. അതല്ല വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. നമ്മളോട് കർത്താവ് കരുണ തോന്നി നമ്മളെ ഈ രക്ഷയുടെ പേടകത്തിനകത്തേക്ക് നമ്മളെ കയറ്റി, അത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. പക്ഷേ ഇനിയിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും മോഹവും തൃഷ്ണയും എന്താണ്? ഇതറിയാത്തവരായി ജീവിക്കുന്ന അനേക ആളുകളുണ്ട്. അവരെല്ലാവരെയും ഈ രക്ഷയുടെ പെട്ടകത്തിനകത്തേക്ക് കയറ്റണമെന്നുള്ളതായിരിക്കണം. അവൻ സ്വാർത്ഥനല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. സ്വാർത്ഥനാണെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരുത്തനെ നിർബന്ധിക്കുന്നെങ്കിൽ
ഞാൻ നരകത്തിലേക്ക് പോകുമ്പോൾ യേശു ഓടി വന്നതുപോലെ ഓരോരുത്തരും നരകത്തിലേക്ക് പോകുമ്പോഴും അവരുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ ഞാൻ തയ്യാറാകും. ബാബുച്ചൻ പാസ്റ്റർ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പലയിടത്തും ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഒത്തിരി ഉണ്ട്. അത് ഈ ഇടയ്ക്ക് നമ്മൾ കൈ കാണിച്ചാൽ നിർത്തത്തേയില്ല. നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞ് കൈ കാണിച്ച് മടുത്ത് ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും ഒരു ഡ്രൈവർക്ക് കരുണ തോന്നി സ്റ്റോപ്പില്ലാത്തടത്ത് വണ്ടി നിർത്തിയപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറിയെന്ന് വെച്ചു. വണ്ടിക്കകത്ത് കയറിയാൽ പിന്നെ നമ്മുടെ ചിന്ത ഇനി ഇതെങ്ങും നിർത്തല്ലെന്നാണ്. വണ്ടിക്കകത്ത് കയറുന്നത് പോലെ ആര് കരുണ കാണിക്കും, ആര് ദയ കാണിക്കും എന്ന് വെച്ചാണ് നമ്മൾ നിന്നത്. പക്ഷെ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്ത എന്താ, ഇനി ഇതെങ്ങും നിർത്തരുത്, നേരെ അങ്ങ് സ്വർഗത്തിൽ ചെന്ന് നിർത്താവുന്ന. പിന്നെ എവിടെങ്കിലും ഈ ഡ്രൈവർ വഴിയിൽ എവിടെങ്കിലും നിൽക്കുന്ന ഒരുത്തനെ കയറ്റിയാവുണ്ട് നമ്മൾ അവിടെ നിന്നുകൊണ്ട് ചോദിക്കും, ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെന്നാണ് പറയുന്നത്, എവിടെയൊക്കെയാണ് നിർത്തുന്നത്? നമ്മൾ സ്റ്റോപ്പല്ലാത്തടത്ത് നിന്നപ്പോഴാ കയറിയെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ഇതുപോലെ വഴിയിൽ ഒരു കണ്ണിനും ദയയില്ലാതെ കിടന്ന നമ്മളെ കർത്താവ് കരുണ തോന്നി അവൻ്റെ വണ്ടിക്കകത്ത് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് ആരെയെങ്കിലും കയറ്റരുതെന്നാണ് നമ്മുടെ ചിന്ത. നമുക്ക് സുഖമായിട്ടങ്ങ് പോകണം. ഇതല്ലേ സ്വാർത്ഥത എന്ന് പറയുന്നത്? ഇതാണ് സ്വാർത്ഥത. എന്ന് തന്നെയല്ല, ചില നല്ല കാര്യങ്ങൾ മോശമായി ഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. ചില നല്ല കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അതിനൊരു എന്തോ ഒരു ഫ്രേസ് മലയാളത്തിലുണ്ട്, എന്തോ നമ്മൾ ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ. അത് മോശമായ കാര്യമായിട്ടല്ല, പക്ഷേ അവസാനം വരുമ്പോൾ എന്താണ്, അത് ദോഷമായിട്ട് മാത്രമേ ഭവിക്കത്തുള്ളൂ. അതുപോലെ ഒരു പ്രശ്നം നമ്മുടെ സഭയുടെ ടീച്ചിങ്സിലുണ്ടാകുന്നുണ്ട്. അതെനിക്കിന്ന് രാവിലെ പറഞ്ഞാലേ പറ്റുള്ളൂ. അതായത് ഞാനീ പറയുന്ന കാര്യങ്ങൾ മോശമായ കാര്യങ്ങളല്ല. അതിലൊന്നാണ് നമ്മുടെ ആരാധനയുടെ ഓവർ എംഫസിസ് എന്ന് പറയുന്നത്. ഇപ്പം 34 മണിക്കൂറും 48 മണിക്കൂറും ഒക്കെയാണല്ലോ നമ്മുടെ വർഷിപ്പ് എന്ന് പറയുന്നത്. നിന്ന് വർഷിപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ പിള്ളേർ 24 hours വർഷിപ്പ്. എന്നിട്ട് സഭയിലാണെങ്കിലും എല്ലാം ആരാധന. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആ ഉദാഹരണം പറഞ്ഞ പിള്ളേരുടെ അപ്പൻ പറഞ്ഞതുപോലെ, അയാൾ സഭയിൽ വരുന്നത് എന്താണ്, ഒരാഴ്ച പണിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വന്നിരുന്നെന്ന് ആരാധിച്ച് മടങ്ങിപ്പോകാനാണ്. അപ്പോൾ ആരാധന മോശം കാര്യമൊന്നുമല്ല, ആരാധന വേണം. എന്നാൽ ഓവർ എംഫസിസ് ഓൺ വേർഷിപ്പ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്തിനെയാണെന്നറിയാമോ? ഇവാഞ്ചലിസത്തെയാണ്. ആരാധനയുടെ ഓവർ എംഫസിസ് ബാധിക്കുന്നത് സുവിശേഷീകരണത്തെയാണ്. ഈ ആരാധനയുടെ ഓവർ എംഫസിസ് കൊണ്ട് ഇന്ന് മിക്ക സഭകളും ചെയ്യുന്നതെന്നറിയാമോ? സഭാഹോളിനുള്ളിൽ വിശ്വാസികളെ തളച്ചിടുകയാണ്. പല പാസ്റ്റർമാരുടെയും പ്രശ്നം 7 days a week അവരുടെ സഭയിൽ മീറ്റിംഗ് ഉണ്ട്. എന്നിട്ട് പറയും, നമ്മുടെ സഭയിൽ മീറ്റിംഗ് ഉള്ളപ്പോൾ ആരുമെങ്ങും പോയിക്കൂടാ. മീറ്റിംഗ് ഇല്ലാത്ത ദിവസം എന്നാ? ആഴ്ചയിൽ 7 ദിവസം മീറ്റിംഗ് വെച്ചിട്ട് വല്ലതും കൊടുക്കാനുണ്ടോ? അതുമില്ല. ചുമ്മാ വന്നിരുന്ന് ഉറക്കവും തൂങ്ങി അല്പസമയം പാട്ട് പാടുമ്പോഴാണ് ആരാധന. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങിപ്പോകും. ദൈവവചനം പ്രസംഗിക്കുന്ന സമയത്ത് ഈ പാട്ട് പാടിയ ക്ഷീണത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോകും. 7 days a week മീറ്റിംഗ് നടത്തുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങുന്നത്? നിങ്ങൾ എപ്പോഴാണ് സുവിശേഷവുമായിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങുന്നത്? ഈ പാസ്റ്റർമാർക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷ വേല അവരെന്നേ നിർത്തി. അവർ ഈ സുവിശേഷ വേല നിർത്തിയതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? 7 ദിവസവും സഭയ്ക്കകത്തിരിക്കാമല്ലോ. അവർക്ക് ഈ പരിപാടിയില്ലല്ലോ. അവരെന്നേ നിർത്തിയ പരിപാടി. ഐ ആം നോട്ട് ജോക്കിങ്. സങ്കടം കൊണ്ട് പറയുന്നതല്ല, അല്ലാതെ ആരെയും ദേഷ്യപ്പെട്ടൊന്നും പറയുന്നൊന്നുമല്ല. സുവിശേഷീകരണം എന്ന് പറഞ്ഞൊരു ദിവസം ഇല്ലല്ലോ. ഭവനങ്ങൾ സന്ദർശിക്കാനൊരു ദിവസമില്ലല്ലോ. ശുശ്രൂഷകർ മിക്കവരും അക്രൈസ്തവരുടെ ഭവനങ്ങളിൽ കയറി ഇറങ്ങുന്നതൊക്കെ എന്നേ നിർത്തി. വിശ്വാസികളുടെ വീട്ടിൽ തന്നെ കയറാൻ നേരമില്ല. കാര്യം പിള്ളേരെ സ്കൂളിൽ പ്രാർത്ഥിച്ചു വിടണം, പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചു വിടണം, എല്ലാത്തിനും പാസ്റ്റർ എല്ലാം ഉണ്ടായോ അല്ലേ? അതുകൊണ്ട് പാസ്റ്റർമാർക്ക് അതിനുള്ള നേരവുമില്ല, അവർക്ക് അതിനുള്ള ആഗ്രഹവുമില്ല. നിങ്ങൾ ശമ്പളം കൊടുക്കുന്നു, അവരവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം നടത്തുന്നു, വേറെ എങ്ങോട്ടും പോകാതിരിക്കുന്നു. അവർ പാസ്റ്റർ നോക്കുന്നത് എങ്ങനെ സഭയ്ക്ക് പുറത്തേക്ക് ഒരാളെ പറഞ്ഞു വിടാതിരിക്കും എന്നുള്ളതാണ്. വേറെ വല്ലവരും അടിച്ചു മാറ്റിയാലോ എന്നുള്ള പേടിയാണ്. എൻ്റെ ചോദ്യം, അങ്ങനെ പോകുന്ന വിശ്വാസികളുണ്ടെങ്കിൽ അങ്ങ് പോകുന്നതല്ലേ നല്ലത്? ഇവിടെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെ. നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവർ പൊക്കോട്ടെ. എന്തിനാ വഴക്കുണ്ടാക്കി പിടിച്ചു നിർത്തുന്നത്? ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഇവിടെ സഭയ്ക്കുള്ളിൽ
ഈ കാര്യങ്ങൾ വിശ്വാസികളെ സഭയ്ക്ക് പുറത്തു വിടാതിരിക്കാനായിട്ട് ആഴ്ചയിൽ 7 ദിവസത്തിനല്ല 8 ദിവസം വേണമെങ്കിലും അവർ യോഗം വെക്കും. 8 ദിവസം യോഗം വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര എംഫസിസാണ് നമ്മളിവിടെ വന്ന് ആരാധിക്കുവാൻ, അല്പസമയം ആരാധിക്കുവാൻ, നാളെയും മറ്റന്നാളും എല്ലാം ആരാധിക്കാൻ. ഞാനൊരു കാര്യം പറയാം, ആരാധിക്കുന്ന സ്വർഗത്തിൽ ചെന്നിട്ടാണെങ്കിലും ആരാധിക്കാം. പക്ഷേ സുവിശേഷം അറിയിക്കാൻ സ്വർഗത്തിൽ ചെന്നാൽ പറ്റത്തില്ല. ചില കാര്യങ്ങൾ ഭൂമിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്വർഗത്തിൽ ചെന്നാലും നിങ്ങൾക്ക് പാട്ട് പാടാം, സ്വർഗത്തിൽ ചെന്നാലും നിങ്ങൾക്ക് ആരാധിക്കാം. പക്ഷേ സ്വർഗത്തിൽ ചെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രാക്റ്റ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളാർക്കാ ട്രാക്റ്റ് കൊടുക്കുന്നത്? സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് ഒരു അക്രൈസ്തവൻ്റെ വീട്ടിൽ, ഒരു അവിശ്വാസിയുടെ വീട്ടിൽ കയറി സുവിശേഷം പറയാൻ പറ്റുമോ? സ്വർഗത്തിൽ നിങ്ങൾക്ക് പരസ്യവും നടത്താൻ പറ്റുമോ? സ്വർഗത്തിൽ നിങ്ങൾക്ക് സുവിശേഷീകരണം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടത്താൻ പറ്റത്തില്ല. അത് നടത്താനായിട്ടാണ് ദൈവം ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. ആരാധിക്കുന്ന നമുക്ക് അവിടെ ചെന്നാലും ഇഷ്ടംപോലെ സമയമുണ്ട് ആരാധിക്കാനായിട്ട്. പക്ഷേ ഞാൻ ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ആരാധനയ്ക്കെതിരെ പറയുകയാണെന്നൊന്നും ചിന്തിക്കരുത്. ഞാൻ ആരാധനയ്ക്കെതിരുള്ള ആളൊന്നും അല്ല. പക്ഷേ സുവിശേഷീകരണത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ആരാധന കൊണ്ട് ഗുണമൊന്നുമില്ല. കാരണം ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയിരിക്കുന്നത്, വിശ്വാസികളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് 24 മണിക്കൂർ അവനെ ആരാധിക്കാൻ വേണ്ടിയല്ല. വിശ്വാസികളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് പകലുള്ളിടത്തോളം അവൻ്റെ വേല ചെയ്യുവാൻ വേണ്ടിയാണ്. പകലുള്ളിടത്തോളം അയച്ചവൻ്റെ ശുശ്രൂഷ ചെയ്യാനാണ് വിശ്വാസികളെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള ഭൂമിയിലെ വാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആരാധനയായിരുന്നെങ്കിൽ നമ്മളെ പെട്ടെന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. പക്ഷേ വിശ്വാസികളെയും ദൈവം പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ആക്കിയിരിക്കുന്നതിന് കാരണം എന്താണ്? അവരിലൂടെ വേണം നമ്മളൊക്കെയും, അവരിലൂടെ വേണം ലോകത്തിലൊക്കെയും സുവിശേഷം പ്രചരിക്കുവാനായിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് ഇവിടെ ചെയ്യാൻ മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ ഉള്ള എംഫസിസ് ആവശ്യമാണ്. ഇതിനർത്ഥം ആരും ആരാധിക്കരുതെന്നോ പാട്ട് പാടരുതെന്നോ സഭായോഗം വേണ്ടെന്നോ കൂട്ടായ്മ വേണ്ടെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒന്നുമല്ല. പക്ഷേ സുവിശേഷീകരണത്തിനുള്ള പ്രാധാന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്കുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില നല്ല കാര്യങ്ങൾ ദോഷം ഫലം ഉളവാക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആരാധന വളരെ നല്ല കാര്യമാണ്. പക്ഷേ മറ്റുള്ളവരെ സുവിശേഷീകരിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ആരാധന നിങ്ങളെ തടഞ്ഞു നിർത്തുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അപകടകരമാണ്. നമ്മൾ ഒരുമിച്ച് കൂടി ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനാണെന്നറിയാമോ? പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ്. നമ്മൾ സഭയ്ക്കുള്ളിലേക്ക് പോകുന്നത് ചാർജ്ഡായിട്ട്, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സഭയ്ക്കുള്ളിൽ നിന്ന് ആത്മാവിൻ്റെ ചാർജ് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സഭയ്ക്കുള്ളിൽ മാത്രമൊന്നുമല്ല ആത്മാവിൻ്റെ ചാർജ് കിട്ടുന്നത്, പക്ഷേ ആ കൂട്ടായ്മയുടെ ആ ബലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തോട്ട് പോകണം. പുറത്തോട്ടയക്കാൻ വേണ്ടിയാണ് ദൈവം അകത്തോട്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പുറത്തോട്ട് അയക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ അകത്തോട്ട് വിളിക്കുന്നത്. മഹാപുരോഹിത പ്രാർത്ഥന നമ്മൾ വിളിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നീ എനിക്ക് തന്ന ജനങ്ങൾക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വായിക്കാൻ സമയമുണ്ട്, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. കർത്താവ് നമ്മെ, എന്നിട്ട് താഴെ പറയുകയാണ്, ഞാൻ അവരെ ലോകത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. നമ്മൾ എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? ലോകത്തിൽ നിന്ന് വിളിച്ച് കർത്താവിൻ്റെ കൂടെ 3.5 വർഷം താമസിപ്പിച്ചു. എന്നിട്ട് നേരെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോവുകയല്ല, തിരിച്ച് ലോകത്തിലേക്ക് തന്നെ വിട്ടു. പക്ഷെ തിരിച്ച് ചെന്നപ്പോൾ അവർ ഡിഫറൻ്റാണ്. അവർ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ലോകക്കാരല്ല. എവിടെ നിന്ന് എടുത്തത്? ലോകത്തു നിന്ന് എടുത്തത്. പക്ഷേ കർത്താവിനോടുകൂടെ സഹവസിച്ചപ്പോഴത്തേക്ക് അവർ ലോകക്കാരല്ലാതായി തീർന്നു. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് കർത്താവിനോടുള്ള സഹവാസത്തിൽ നമ്മെ ലോകക്കാരല്ലാതാക്കുന്ന പ്രക്രിയയ്ക്കാണ് സഭ. പക്ഷെ എന്തിനാ? ലോകത്തിലേക്ക് ലോകക്കാരല്ലാതെ മടങ്ങിപ്പോകാനാണ് സഭ. അല്ലാതെ സഭയ്ക്കുള്ളിൽ നമ്മൾ മരിക്കുന്നവരെയും കർത്താവിൻ്റെ വരുവരെയും സഭയ്ക്കുള്ളിൽ കുത്തിപ്പിടിച്ചിരിക്കാനൊന്നുമല്ല. യെരുശലേമിലെ സഭയ്ക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു. യെരുശലേമിലെ സഭ എന്ത് ചെയ്തു? അവരെല്ലാവരും ഉള്ളതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കൂട്ടായ്മ. സഭയുടെ പുറത്തോട്ട് പോകത്തേയില്ല. യെരുശലേമിലെ സഭ, നിങ്ങൾക്കറിയാമല്ലോ, സ്റ്റോറി അറിയാമെന്നാണ് ഞാൻ പറയുന്നത്. യെരുശലേമിലെ സഭ
വേറെ പുറത്തോട്ട് ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അവർ ഭയങ്കര ആരാധനയും കൂട്ടായ്മയും ഇവിടെ എഴുതിയിട്ടുണ്ട്. അവർ അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു, കൂട്ടായ്മയെ ആചരിച്ചു, ഉപദേശങ്ങൾ കേട്ടു. ഓ, എന്തൊരു സന്തോഷം. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിക്കുവോളം പട്ടണത്തിൽ കാത്തിരിക്കണം, പക്ഷേ ശക്തി ലഭിച്ചാൽ പൊക്കോണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞ മനസ്സിലാകണം. പക്ഷേ ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 10,000 പേര് സഭയെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നമുക്ക് എങ്ങും പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നാൽ മതി. പിന്നെ അവരെ ഓടിച്ചു വിടാൻ സ്തേഫാനോസിൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തോടു കൂടെയാണ് യെരുശലേമിലെ സഭ പിന്നീട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോയത്. അപ്പോഴാണ് ഒരു കൽപ്പന ഓർത്തത്. എന്ത്? നിങ്ങൾ യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും യഹൂദിയയിൽ എല്ലായിടവും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത്. അപ്പോൾ സഭ നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സഭ നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ സാമീപ്യത്തിലും യേശുക്രിസ്തുവിൻ്റെ ദൈവാത്മാവിൻ്റെ ശക്തിയിലും നമ്മളെ ഒരുക്കിയിട്ട് ലോകത്തിലേക്ക് തന്നെ പറഞ്ഞു വിടാനാണ്. അതിനു പകരം സഭയ്ക്കുള്ളിൽ തന്നെ വിശ്വാസികളെ കുടുക്കിയിടുന്നത് ദൈവികമായ സത്യത്തിനും സിദ്ധാന്തത്തിനും വിരുദ്ധമാണെന്ന് നമുക്ക് പറഞ്ഞേ പറ്റൂ. വി നീഡ് ടു വർഷിപ്പ് ദ ലോർഡ് വെൻ വി ആർ ഇൻ ദിസ് വേൾഡ്. എന്നാൽ നമ്മുടെ ഇവാഞ്ചലിസം, നമ്മുടെ സുവിശേഷീകരണ ദൗത്യത്തെ തടയുന്ന രീതിയിലുള്ള ആരാധന എത്ര നല്ലതാണെങ്കിലും സുവിശേഷീകരണ ദൗത്യത്തെ തടയുന്ന ആരാധന നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ആത്മീയതയിലും സ്വാർത്ഥത കടന്നുകൂടാൻ പാടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സഭയിൽ തന്നെ ഇരുന്ന് വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം? അത് വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. പക്ഷേ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനാണ് ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, കർത്താവിൻ്റെ സന്ദേശം ജനങ്ങളെ അറിയിക്കുവാൻ, നരകത്തിലേക്ക് ത്വരിതഗമനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ അവരെ അതിൽ നിന്ന് വിടുവിക്കുവാൻ, അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് പോൾ പറയുന്ന വാക്കിതാണ്, ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, യേശു കർത്താവ് ഹി ഡൈഡ് ഫോർ ഓൾ. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനമെടുക്കാനായിട്ട് കാരണമായി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കത്തില്ല. സ്റ്റോപ്പ് ലിവിങ് ഫോർ അവർ സെൽസ്. നമുക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്താൻ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്നൊരു തീരുമാനമെടുക്കണം. ഭൗതികമായും അങ്ങനെ തന്നെ ഒരു തീരുമാനമെടുക്കണം. ഐ വിൽ നോട്ട് ലിവ് ഫോർ മൈ സെൽഫ്. നമുക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തണം. നമുക്ക് വേണ്ടി കാര്യങ്ങൾ കൂട്ടിവെക്കുന്നത് നിർത്തണം. നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർത്തണം. നമ്മുടെ സുരക്ഷയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും നമ്മുടെ കുടുംബവും എന്നുള്ള സങ്കല്പം നിർത്തിയേ പറ്റൂ. അതിനൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരിക്കാം, പക്ഷേ അതൊക്കെ തീർന്നു. കാര്യം കാലം ചുരുങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ, പക്ഷെ നമുക്ക് അതിന് സമയമില്ല. ഇനി നമുക്ക് വേണ്ടി ജീവിക്കാനുള്ള സമയം നമുക്ക് ഇല്ല. എലീഷ ഗഹാസിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. തോട്ടങ്ങൾ സമ്പാദിക്കാനും അങ്ങനെ പണം സമ്പാദിക്കാനും ദ്രവ്യം സമ്പാദിക്കാനും ഇതാകുന്നുവോ സമയം? എടി, സാധാരണക്കാരൻ ഇതെല്ലാം സമയമായിരിക്കും. ഒരു ലൗകികനായ വ്യക്തിക്ക് പണം ഉണ്ടാക്കാനും കാശുണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും അങ്ങനെ സമ്പാദിച്ചു കൂട്ടാനും അവരുടെ തലമുറകൾക്ക് വേണ്ടി ആ ഗുജറാത്തി സേഡ്ജിയുടെ കൂടെ ഒക്കെ ജീവിക്കാനൊക്കെ ലോകക്കാർക്ക് പറ്റുമായിരിക്കും. വിശ്വാസിക്ക് പറ്റത്തില്ല. പ്രിയമുള്ളവരെ, നമുക്കങ്ങനെ കഴിയത്തില്ല. കാരണം നമുക്കുള്ളതെല്ലാം ഇനിയിപ്പോൾ നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി അല്ല, നമുക്കായി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട്. അതുകൊണ്ട് എൻ്റെ ആരോഗ്യവും എൻ്റെ പണവും എൻ്റെ ധനവും എൻ്റെ ജീവിതവും എൻ്റെ സമയവും എനിക്കിനിയും മറ്റുള്ള കാര്യത്തിന് സമയമില്ല. ബിക്കോസ് ദി അപ്പോയിൻറ്റഡ് ടൈം ഹാസ് കം ഷോർട്ട്. നമുക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തണം. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹം? അവൻ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. അവൻ സ്നേഹിച്ചതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി മരിച്ചു. യേശു തനിക്ക് വേണ്ടി തന്നെ ജീവിച്ചില്ല. അവൻ തന്നെ പ്രസാദിപ്പിക്കാൻ നോക്കിയില്ല. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു. ഹി വാസ് ലിവിങ് ഫോർ അതേഴ്സ് ആൻഡ് ഡൈയിങ് ഫോർ അതേഴ്സ്. അവനെ കണ്ടപ്പോൾ ഞാൻ ഇനി എനിക്ക് വേണ്ടി ജീവിക്കയില്ല എന്ന് തീരുമാനിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു.
ആ മരണം കണ്ടപ്പോൾ, ആ കാൽവറി ക്രൂശ് കാണുമ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത്, ഇനിയിപ്പോൾ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി ആയിരിക്കുകയില്ല. ഇനി ജീവിക്കുന്നത് മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കുന്നു. ലിവിങ് ഫോർ ജീസസ്, ലിവിങ് വിത്ത് ജീസസ്. ഇത് ഞങ്ങളുടെ ഒരു റെസൊല്യൂഷനാണ്, മാറ്റമില്ലാത്ത ഒരു തീരുമാനമാണ്. ഞങ്ങൾക്കായിട്ട് ഞങ്ങൾ ജീവിക്കുകയില്ല, മരിച്ചുയർത്ത യേശുവിനായിട്ട്. അതിന് താഴോട്ട് പറയുന്ന കാര്യമാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായിരിക്കുന്നു. അതിൻ്റെ മുകളിലത്തെ വാക്യം, ആകയാൽ ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനി മേലാൽ അങ്ങനെ അറിയുന്നില്ല. കാരണം പുതിയ സൃഷ്ടി, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കാം, അടുത്ത സെഷനിൽ പറയാം. എങ്കിലും ഞാൻ പറയട്ടെ, ഇവിടെ പറഞ്ഞു നിർത്താൻ വേണ്ടി ഞാൻ പറയാണ്, പുതിയ സൃഷ്ടി എന്ത് ചെയ്യുന്നില്ല? തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല. If you are a new creation, then you are not living for yourself. നമ്മളിൽ പലരും പുതിയ സൃഷ്ടിയായിട്ടും ഇപ്പോഴും പഴയ ജീവിതമാണ് ജീവിക്കുന്നത്. പഴയ ജീവിതമാണ്, പഴയ മനുഷ്യനാണ് ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? അവന് വേണ്ടി തന്നെ ജീവിക്കുന്നത്. ഈ വാക്യങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാക്യങ്ങളിലെ ഓരോന്നോരോന്ന് എടുത്ത് പഠിച്ചാൽ മാത്രം കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. അവിടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇത് ആ ഒരു പാസേജ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ആകയാൽ, അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഞങ്ങളിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. ഞങ്ങളിപ്പോൾ ഒരു ആത്മസൃഷ്ടിയാണ്. ഞങ്ങൾ ആത്മാവിനാൽ ജനിച്ചവനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ബ്രീഡ് മാറിയതുകൊണ്ട് ഞങ്ങളുടെ സമ്പർക്കം ഇനി ജഡപ്രകാരമല്ല. ഇനിയിപ്പോൾ ഞങ്ങൾ കാണുന്നത് ആത്മാവിൻ്റെ കണ്ണുകളിലാണ്. പുതിയ സൃഷ്ടി എല്ലാവരെയും ആത്മാവിൻ്റെ കണ്ണുകളിലാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഒരുപക്ഷെ പെട്ടെന്ന് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കാര്യം ലിങ്ക് ചെയ്തെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. എന്താണ്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു, ഇനി ജീവിക്കുന്നവർ. ഇനി ജീവിക്കുന്നവർ എന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മളെക്കുറിച്ച്. ആ ജീവിക്കുന്നവർ എന്ന് പറയുന്ന ആ ജീവിതമുണ്ടല്ലോ, ഇനി ജീവിക്കുന്നവരുടെ ജീവിതം പഴയ ജീവിതമല്ല. ബിക്കോസ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ആരൊക്കെ മരിച്ചു? ഞാനും മരിച്ചു, നിങ്ങൾ ഓരോരുത്തരും മരിച്ചു. എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചപ്പോൾ നമ്മളെല്ലാവരും മരിച്ചു. പക്ഷേ നമുക്കിനിയുള്ള ജീവിതം ഒരു പുതിയ ജീവിതമാണ്. ആ ജീവിതം എങ്ങനെയുള്ളതാണ്? ആത്മാവിൻ്റെ ജീവിതമാണ്. അത് പഴയ ജീവിതമല്ല. അതുകൊണ്ടാണ് അതൊരു പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയായപ്പോൾ നമ്മളുടെ സമ്പർക്കം ആരുമായിട്ടാണെന്നറിയാമോ? മരിച്ചുയർത്തവനായ യേശുവുമായിട്ടാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇത് ലിങ്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇഫ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ, ഇറ്റ്സ് ഗുഡ്. പുതിയ സൃഷ്ടി, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അത്രയും മനസ്സിലാകുന്നുണ്ടല്ലോ. അതായത് യേശു ക്രൂശിൽ മരിച്ചതോടുകൂടെ ഞാനും മരിച്ചു. പക്ഷേ ഞാനിപ്പോൾ ജീവിക്കുന്നുണ്ട്. ഇനി ജീവിക്കുന്നവർ, ആ ജീവിക്കുന്നവർ എന്ന് പറയുന്നത് പഴയ സൃഷ്ടിയല്ല. എന്താണ്? പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ എനിക്ക് ലഭിച്ച ജീവൻ എന്ന് പറയുന്നത് എൻ്റെ പഴയ ജീവിതമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ എനിക്ക് ലഭിച്ച പുതിയ ജീവിതം ഒരു പുതിയ സൃഷ്ടിയാണ്. ആ സൃഷ്ടി എന്ന് പറയുന്നത് ആത്മാവിലുള്ള സൃഷ്ടിയാണ്. ബിക്കോസ് വി ആർ ബോൺ അഗെയിൻ. നമ്മൾ ആത്മാവിൽ ജനിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്ക് കയ്യും കാലും ശരീരമെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ബ്രീഡ് വേറെയാണ്. ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പല ബ്രീഡുണ്ടല്ലോ. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജഡപ്രകാരമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീനുകളിലൂടെ എനിക്ക് പകർന്നു കിട്ടിയ സ്വഭാവങ്ങളായിരുന്നു എന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്നിലേക്ക് പകർന്നു കിട്ടുന്ന ജീവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി മരിച്ച യേശുവിൻ്റെ ജീവനാണ്. അതുകൊണ്ട് ഈ പുതിയ സൃഷ്ടിയുടെ ജീവൻ എന്ന് പറയുന്നത്, ഈ പുതിയ സൃഷ്ടിയുടെ ബ്രീഡ് എന്ന് പറയുന്നത് ഡിഫറൻ്റാണ്. എങ്ങനെയുള്ളതാണ്? അത് യേശുവിൻ്റെ ബ്രീഡാണ്. അത് യേശുവിൻ്റെ ബ്രീഡ് ആയതുകൊണ്ട് നമ്മളിനി എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? യേശു ജീവിച്ച പോലെ തന്നെ ആയിരിക്കും ജീവിക്കുന്നത്. എൻ്റെ അപ്പൻ, നമ്മൾ പറയുമല്ലോ, അവൻ്റെ അപ്പൻ്റെ സ്വഭാവമേ കാണിക്കത്തുള്ളൂ.
അപ്പൻ്റെ സ്വഭാവമേ കാണിക്കാവൂ. വേറെ വല്ലവരുടെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് ഇഫ് യു ആർ ബോൺ ഓഫ് ജീസസ്, ഇഫ് യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിക്കുകയും എൻ്റെ ജഡപ്രകാരമുള്ള ശരീരപ്രകാരമുള്ളതല്ല, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ശരീരപ്രകാരമുള്ള മരണമുണ്ട്, ജഡപ്രകാരമുള്ള മരണമുണ്ട്. ശരീരവും ജഡവും രണ്ടാണ്. ശരീരപ്രകാരമുള്ള മരണം ഞാൻ എന്നാ മരിക്കുന്ന അറിയത്തില്ല. ചിലപ്പോൾ ഇന്നായിരിക്കും, നാളെ ആയിരിക്കും, 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, അറിയത്തില്ല. അത് നമ്മൾ ഭൂമിയിൽ നിന്നുള്ള വിടവാങ്ങലാണ് നമ്മളുടെ ശരീരപ്രകാരമുള്ള മരണം എന്ന് പറയുന്നത്. പക്ഷെ ജഡപ്രകാരമുള്ള മരണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ അടക്കപ്പെടുന്നതാണ് ജഡപ്രകാരമുള്ള മരണം. അപ്പോൾ ജഡപ്രകാരമുള്ള മരണമുണ്ട്, ശരീരപ്രകാരമുള്ള മരണമുണ്ട്. അങ്ങനെ ജഡപ്രകാരം ഞാൻ മരിച്ചാൽ ആത്മപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത്. മരിച്ചിട്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുമ്പോൾ പിന്നീട് ആത്മാവിലാണ് ഞാൻ ജീവിക്കുന്നത്. ശരീരം അവിടെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ജഡമില്ല. എന്താണുള്ളത്? ആത്മാവാണ്. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ എന്തായി തീർന്നിരിക്കുന്നു? ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. ഈ പുതിയ സൃഷ്ടിയുടെ ജീവിതം, ജീവൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? ഏത് ബ്രീഡിൽ നിന്ന് വന്നോ അങ്ങനെയുള്ളതായിരിക്കും. ഏത് ബ്രീഡിൽ നമ്മൾ വന്നത്? യേശുവിൽ നിന്നാണ്. അതുകൊണ്ട് എന്താണ്? ഐ സ്റ്റാർട്ട് ലിവിങ് ലൈക്ക് ജീസസ്. അതുകൊണ്ടാണ് ഇനി ഞാൻ എനിക്കായി തന്നെ ജീവിക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാനൊരു പുതിയ ബ്രീഡാണ്. നേരത്തെ എൻ്റെ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ഒക്കെ ജീവിച്ചതൊക്കെ അവർക്ക് വേണ്ടി തന്നെയാണ്. ദേ വർ സെൽഫിഷ് പീപ്പിൾ. ദേ ലവ്ഡ് മണി. എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ഭയങ്കര ധനമോഹിയായ ഒരു വ്യക്തിയായിരുന്നു. കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ സ്വന്തം അളിയനാണ്. കൊച്ചുകുഞ്ഞു ഉപദേശി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അളിയനെ പോലെ ഒരു ദ്രവ്യാഗ്രഹം ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന്. കാശുകൊണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്രീഡെല്ലാം എനിക്കും വരത്തുള്ളൂ. നാച്ചുറലി അതല്ലേ വരേണ്ടത്. പക്ഷേ ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് ആ ജീനല്ല, പ്രത്യുത ആരുടേതാണ്? യേശുവിൻ്റെ ജീനാണ്. അതുകൊണ്ട് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു, എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഇനിയിപ്പോൾ എനിക്കും അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ എൻ്റെ ബ്രീഡിനെ സംശയിക്കേണ്ടി വരും. ഞാൻ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റോ എന്നുള്ളത് എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. ഇഫ് യു ആർ സ്റ്റിൽ ലിവിങ് ഫോർ യുവർ സെൽഫ്, നീ പുതിയ സൃഷ്ടിയാണോ എന്നുള്ളത് 2 വട്ടം ആലോചിക്കേണ്ടി വരും. അത് ഭൗതികമായും ആത്മീകമായും ഏത് രീതിയിലും. ആത്മാവിൽ ജനിച്ചവൻ പിന്നീട് ആളുകളെ കാണുന്നത് ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ടാണ്, നിത്യതയുടെ ദർശനത്തിലാണ്. അത് കാഴ്ചയുടെ ലോകത്തെ മാറ്റിമറിക്കുന്ന, മറികടക്കുന്ന വെളിപ്പാടിൻ്റെ ലോകത്തിലേക്ക് കയറുകയാണ്. ഞാൻ നേരത്തെ എൻ്റെ ബുദ്ധിയിൽ കാഴ്ചയുടെ ലോകത്തിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഇനി ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചപ്രകാരമല്ല, അല്ലേ? വിശ്വാസത്താൽ അത്ര ഞങ്ങൾ ജീവിക്കുന്നത്. കാഴ്ചപ്പാടും വെളിപ്പാടും എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് അതിൻ്റെ ഡിഫറൻസ്, ലൗകികമായി നമ്മൾ ജീവിക്കുമ്പോൾ ഭൗതികമായി ജീവിക്കുന്നതും നമ്മൾ കാഴ്ചപ്പാടിലാണ് നോർമൽ പേഴ്സൺ ജീവിക്കുന്നത്. പക്ഷേ ഒരു വിശ്വാസി ജീവിക്കുന്നത് വെളിപ്പാടിലാണ്. വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് ഞാൻ ചില കാഴ്ചകൾ കാണുന്നു പ്രിയമുള്ളവരെന്ന് പറയുന്ന ഒത്തിരി കള്ളനാണയങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഇതൊക്കെ പറയണമെന്നൊന്നും വെച്ചോണ്ടൊന്നും പറയുന്നതല്ല. അതല്ല വെളിപ്പാട്. ഇപ്പോൾ ഒത്തിരി പേര് വെളിപ്പാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചിരിക്കുമ്പോൾ കാണുന്നതെല്ലാം വെളിപ്പാട്. അതൊന്നുമല്ല. വേദപുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ആത്മീക സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോഴാണ് ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമൊന്നും ആകത്തില്ല. കാര്യം ദൈവവചനത്തിൽ എല്ലാ തിരുവഴുത്തും ദൈവ നിശ്വാസ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് വിഘടിച്ച് മറ്റൊരു കാര്യം ഞാൻ മറ്റൊരാൾ പറയത്തില്ലല്ലോ. പറഞ്ഞാൽ എൻ്റെ വിശ്വാസ്യത എന്താണ്? അതുകൊണ്ട് വെളിപ്പാട് കിട്ടിയെന്ന് പറയുന്ന ആൾ വേദപുസ്തകത്തിന് വിപരീതമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അയാൾക്കുള്ള വെളിപ്പാടൊന്നുമല്ല, വെളിവുകേടാണ്. അത് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. If somebody is saying something other than the Bible and the truth of the Bible that is revealed in this book, അത് വെളിപ്പാടൊന്നുമല്ല, അത് വെളിവുകേടാണ്. പക്ഷേ ഈ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതാണ് ശരിക്കും വെളിപ്പാടെന്ന് പറയുന്നത്. ആ വെളിപ്പാടിൻ്റെ ലോകത്തിലാണ് ഞാൻ ആളുകളെ കാണുന്നത്. കാര്യം ഞാനിപ്പോൾ അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞങ്ങളിപ്പോൾ എന്തു ചെയ്യുന്നില്ല, ആകയാൽ
ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഇന്ന് മുതൽ ഞങ്ങൾ ജഡപ്രകാരം അറിയുന്നില്ല. കാര്യം ഇന്നലെ വരെയുള്ള പേഴ്സ്പെക്റ്റീവ് അല്ല ഞങ്ങളുടേത്. ഞങ്ങളിപ്പോൾ കാര്യങ്ങളെ കാണുന്നത് ആത്മാവിലാണ്. വി സീ തിങ്സ് ഇൻ സ്പിരിറ്റ്. അപ്പോൾ അതുകൊണ്ടെന്താണ്, ഞങ്ങൾ ഡിഫറൻ്റായിട്ടാണ് ആളുകളെ കാണുന്നത്. ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് ജഡപ്രകാരമല്ല കാണുന്നത്, പ്രത്യുത ഞങ്ങൾ ആത്മാവിലാണ് കാണുന്നത്. കാഴ്ചപ്പാടിൻ്റെ ലോകത്ത് നിന്ന് വെളിപ്പാടിൻ്റെ ലോകത്തിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുന്നു. അപ്പോൾ ഡിഫറൻ്റാണ്, വളരെ ഡിഫറൻ്റാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ വരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾ, ഇന്നലെ വരെ ആളുകളെ കണ്ടത് നമ്മൾ ജഡങ്ങളായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് നമുക്ക് ബിസിനസ് ലെവലിലാണ് നമ്മളെല്ലാവരെയും കണ്ടുകൊണ്ടിരുന്നത്. ഭാര്യയും മക്കളെയും എല്ലാം കണ്ടുകൊണ്ടിരുന്നത്, അപ്പനെയും അമ്മയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് ബിസിനസ് ലെവലിലാണ്. അങ്ങനെയാണ്, അതൊരു ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സഹോദരങ്ങളെ കണ്ടത്, രാഷ്ട്രീയക്കാരെ കണ്ടത്, എല്ലാവരെയും കാണുമ്പോഴത്തേക്ക് ബിസിനസ് രംഗത്ത് നമ്മുടെ ബോസിനെ കണ്ടുകൊണ്ടിരുന്ന ഒരു മണി മെഷീൻ എന്നുള്ള നിലയില്ല. അല്ലെങ്കിൽ പിന്നെ ഇയാളെ പറയാനും നടക്കും അല്ലേ? കാര്യം അത് ജഡപ്രകാരമുള്ള കാഴ്ചയാണ്. മറ്റുള്ളവരെ കാണുമ്പോഴും ഇയാളെ എങ്ങനെ, നമ്മളങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും ഇയാളെ എങ്ങനെ ഉപയോഗിക്കാം എന്നായിരുന്നു നമ്മുടെ മനസ്സിലെ ചിന്ത. അതായത് എനിക്ക് പ്രയോജനകരമായ രീതിയിൽ എങ്ങനെ ബന്ധം വളർത്തിയെടുക്കാം. നമ്മൾ ബന്ധം ഉണ്ടാക്കുന്നതന്നെ അത് നോക്കിയാണ്. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, ചിലപ്പോൾ നമ്മൾ പറയുമ്പോഴും പറയും, ഒന്ന് പരിചയപ്പെട്ടിരിക്കാം ഒരാവശ്യം വന്നാൽ, ഇല്ലേ? ഒന്ന് പരിചയപ്പെട്ടിരിക്കാം ഒരാവശ്യം വന്നാൽ, അയാളൊരു പിടിപാടുള്ള ഒരാളാണല്ലോ, എന്നാൽ പിന്നെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. അപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ആ വ്യക്തി എങ്ങനെ കാണുന്നു? ജഡപ്രകാരം കാണുന്നു. എനിക്ക് നാളെ ഇന്ന് പ്രയോജനമുള്ളതോ നാളെ പ്രയോജനം ഉണ്ടായേക്കാവുന്നതോയോ ആളുകളുമായിട്ട് മാത്രമേ അവർക്ക് വേണ്ടിയേ ഞാൻ എൻ്റെ സമയം കൊടുത്തിരുന്നുള്ളൂ, അവർക്ക് വേണ്ടിയേ ഞാൻ എൻ്റെ വാക്കുകളെ കൊടുത്തിരുന്നുള്ളൂ. എനിക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഞാൻ ചിന്തിച്ച അപരിചിതനായ ഒരാളോ അല്ലെങ്കിൽ പരിചയം ഉണ്ടായിട്ടും എനിക്ക് പ്രയോജനമില്ലെന്ന് കണ്ട ഏതെങ്കിലും ആൾക്കാർക്ക് വേണ്ടി ഞാൻ സമയം കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നോ? അല്ല. വെറുതെ സമയം എടുക്കുന്നത്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ്? വി സീ പീപ്പിൾ നോട്ട് ഇൻ സ്പിരിറ്റ് ബട്ട് ഇൻ ഫ്ലഷ്. പക്ഷെ പോൾ പറയുകയാണ്, ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഓരോ വ്യക്തിയെ കാണുമ്പോഴും നിത്യതയുടെ ദർശനത്തിലാണ് അവനെ കാണുന്നത്. ഏത് വ്യക്തിയിലും ലോകത്തിൻ്റെ വിലയേക്കാൾ വിലയേറിയ ഒരു ആത്മാവുണ്ടെന്നും അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണെന്നും അവന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമെന്ന നിത്യതയിലേക്ക് പോകുന്നതിന് പകരം അവനിപ്പോൾ നരകത്തിലേക്ക് വേച്ച് പോകുകയാണെന്നും അവനെ എങ്ങനെയും രക്ഷിക്കണമെന്നും യേശുവിന് അവനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഞാനിപ്പോൾ കാണുന്നത് ജഡപ്രകാരമല്ല, യേശുവിനെയും ഞാൻ കാണുന്നത് ജഡപ്രകാരമല്ല. അതാണ് ഇവിടെ പോൾ പറയുന്നതായ ഒരു കാര്യം. യേശുവിനെ ജഡപ്രകാരം നാട്ടുകാർക്ക്, ലോകക്കാർക്കെല്ലാം അറിയാം. ജഡപ്രകാരം യേശുവിനെ എല്ലാവർക്കും അറിയാം. ആർക്കറിയാൻ വയ്യാത്ത? എല്ലാവരും പറയും യേശുദേവൻ്റെ ഉപദേശങ്ങളും യേശുദേവൻ്റെ ജീവിതവും നമ്മളെ ഒത്തിരിയേറെ, ചിലപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ കയറി പറയുന്നതൊക്കെ കേട്ടില്ലേ, വിശ്വാസികളുടെ മീറ്റിങ്ങിനൊക്കെ ഉമ്മാരെയൊക്കെ വലിച്ചു കയറ്റിക്കഴിഞ്ഞാൽ യേശുദേവൻ്റെ ഉപദേശങ്ങൾ എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? യേശുദേവൻ്റെ ഉപദേശങ്ങൾ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ട് അവൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ? ഈ A.W. ടോസറിൻ്റെ ഒരു ബുക്കിനകത്ത് ടോസർ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പോപ്പുലറാണെന്ന്. യുണൈറ്റഡ് നേഷൻസിൽ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുകയാണെന്ന് വെക്കുക, UN എന്നെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അവിടെ എൻ്റെ പ്രസംഗം യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ ആരെങ്കിലും നിർത്തണമെന്ന് പറയുമോ? ഇല്ല. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഒരു ഉപദേശത്തിൻ്റെ ഒരു വാക്കും കൊണ്ട് അങ്ങോട്ട് തുടങ്ങുന്നത് കേൾക്കുന്നത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. പക്ഷേ യേശുവിൻ്റെ ദർശനം അനുസരിച്ചാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകേണ്ടതെന്നും കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത് ആ രക്ഷയുടെ മാർഗം എല്ലാവരും അംഗീകരിക്കേണ്ടതാണെന്നും UN പറഞ്ഞാലോ? അതുമാത്രമേ ഉള്ളൂ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് UN പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും, അല്ലേ? അതായത് ഗോസ്പൽസിൽ കാണുന്ന യേശു, ആ യേശുവിൻ്റെ ഉപദേശങ്ങൾ, അതുപോലെ അവൻ്റെ അത്ഭുതങ്ങൾ, മറ്റുള്ളവരെ സഹായിച്ച കാര്യങ്ങൾ, അവൻ്റെ ലളിത ജീവിതം, ഇതൊക്കെ ജഡപ്രകാരം യേശുവിനെ അറിയുന്നതാണ്. അത് തെറ്റൊന്നുമല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ തെറ്റൊന്നുമല്ല. ഗോസ്പൽസിലെ യേശുവിനെ എനിക്ക് ഐ എം പ്ലാനിങ് ശരിക്കും
ജീസസ് ഓഫ് ഗോസ്പൽസ് അതൊരു വലിയ ഇഷ്യൂ ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. പോൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ജഡപ്രകാരം അറിയണം, എല്ലാവരും അറിയണം, എല്ലാവരും ഗോസ്പൽസിലെ യേശുവിനെ അറിയണം. പക്ഷേ ഗോസ്പൽസിലെ യേശുവിനെ അറിഞ്ഞ് അവിടെ നിർത്തുന്നത് കൊണ്ട് കാര്യമില്ല. എപ്പോഴാണ് യേശുവിനെ യഥാർത്ഥത്തിൽ ഞാൻ അറിയുന്നതെന്ന് ചോദിച്ചാൽ, പുനരുത്ഥിതനായ ആത്മാവായ ക്രിസ്തുവിനെ അറിയുമ്പോഴാണ്. ബാക്കിയുള്ളത് യേശുവിന് ജീവിതം കൊടുക്കാത്തവർക്കും അനുസരിക്കാവുന്ന ചില ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അവർ പക്ഷേ യേശുവിനെ കർത്താവാക്കണം നിർബന്ധമില്ല. യേശുവിനെ കർത്താവാക്കാത്തവരും ഒരുപക്ഷെ യേശുവിൻ്റെ ഉപദേശങ്ങളൊക്കെ നല്ല ഉപദേശങ്ങളാണ് എന്ന് പറയുമായിരിക്കും. പക്ഷേ ശരീരത്തിൽ ജീവിച്ചപ്പോൾ യേശു എന്ത് ചെയ്തോ, എന്ത് പറഞ്ഞോ എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നുവോ അത്രത്തോളമോ അതിലധികമോ ഇമ്പോർട്ടൻ്റ് ആണ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച ആത്മാവിൽ അവൻ നേടിത്തന്നതായ നമ്മുടെ. താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അത് പറയുന്നുണ്ട്, യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച അവൻ്റെ മരണം കൊണ്ട് നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനുള്ള അവസരം തരികയാണ്. ഈ റിക്കൺസിലിയേഷൻ നടക്കാത്തിടത്തോളം കാലം ജഡപ്രകാരം യേശുവിനെ അറിയുന്നത് കൊണ്ട് മാത്രം പ്രയോജനമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പുനരുത്ഥിതനായ യേശുവിനെ ഞാൻ മനസ്സിലാക്കണം. യേശുവിൻ്റെ ടീച്ചിങ്സ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് യുണീക്ക്, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ അതിനപ്പുറത്ത് പുനരുത്ഥിതനായ യേശു, അല്ലെങ്കിൽ കാൽവറി ക്രൂശിൽ മരിച്ച് അവൻ നേടിയെടുത്ത റിക്കൺസിലിയേഷൻ. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് നമുക്കെന്ത് സംഭവിച്ചത്? നമുക്ക് കർത്താവിനോട്, പിതാവിനോട് നിരപ്പ് പ്രാപിക്കാൻ പറ്റുന്നത്. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച് ഉയർത്തത് കൊണ്ടല്ല, യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? നിരപ്പ് പ്രാപിച്ചു. അതുകൊണ്ട് കാൽവറി ക്രൂശിൽ യേശു മരിച്ചത് ആണ് നമുക്ക് വാസ്തവത്തിൽ ദൈവത്തിങ്കലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രവേശനം നൽകിയത്. അതുകൊണ്ട് ആരും പറയരുത് ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമായിരുന്നെന്നൊന്നും. ക്രൂശിൽ മരിച്ച യേശുവാണ് ശരിയായ വിജയാളിയായ, അവൻ്റെ മരണത്തിലാണ് ക്രൂശിൽ അവൻ, കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, വാഴ്ചകളുടെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഉയർത്തെഴുന്നേറ്റപ്പോഴല്ല, ക്രൂശിൽ പിടഞ്ഞു മരിച്ചപ്പോൾ എൻ്റെ പ്രാണനെ നിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നുവെന്ന് യേശു പറഞ്ഞ് അവൻ പ്രാണനെ കൊടുത്തപ്പോൾ, മരിച്ചപ്പോൾ അവൻ ജയോത്സവം കൊണ്ടാടി. മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നാൽ കാൽവറി ക്രൂശിൽ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് എനിക്കിപ്പോൾ യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നത്. എൻ്റെ വിജയം അവൻ്റെ മരണമാണ് എനിക്ക് വിജയം നൽകിയത്. അവൻ്റെ പുനരുത്ഥാനമാണ് അവനോടുകൂടെ സഹവസിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ്റെ മരണമാണ് എനിക്ക് വിജയം നൽകിയത്, അവൻ്റെ മരണമാണ് എന്നെ കർത്താവിനോട് നിരപ്പിച്ചത്. എന്നാൽ അവൻ്റെ പുനരുത്ഥാനമാണ് അവനോടുകൂടെ സഹവസിക്കുവാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത്. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിലൊരു പരാജയമൊന്നും ആയിരുന്നില്ല. യേശുവിൻ്റെ യഥാർത്ഥ വിജയം അവൻ കൊണ്ടാടിയത് എവിടെ തന്നെയാണ്? കാൽവറി ക്രൂശിലാണ് എന്ന് നിങ്ങൾ മറക്കരുത്. എന്നാൽ യേശുവിനെ ജഡപ്രകാരം ഞങ്ങൾ ഒരിക്കൽ അറിഞ്ഞു. ജഡപ്രകാരം എന്ന് പറയുമ്പോൾ we knew Jesus, a person who was giving teachings, and കർത്താവ് സൗഖ്യമാക്കുന്നവനും രോഗികളെ സൗഖ്യമാക്കുന്നവൻ, ഭൂതങ്ങളെ പുറത്താക്കുന്നവൻ, ഇതെല്ലാം ജഡപ്രകാരം യേശു ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ആവശ്യമില്ലാത്ത കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല കാര്യങ്ങളാണ്. പക്ഷേ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് നമ്മൾ കർത്താവിനോട് നിരപ്പ് പ്രാപിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ മറ്റൊരർത്ഥം ഞാൻ പറയാണ്, ജഡപ്രകാരം യേശു ഭൂമിയിലിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളിൽ സംതൃപ്തരായിട്ട് രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് യോഗം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആ യോഗം ഒരു പരാജയമാണ്. കാര്യം അവരെന്ത് മാത്രമേ അറിയുന്നുള്ളൂ? യേശുവിനെ ജഡപ്രകാരം മാത്രമേ അറിയുന്നുള്ളൂ. പുനരുത്ഥിതനായ, അല്ലെങ്കിൽ കാൽവറി ക്രൂശിൽ മരിച്ച യേശു നമുക്ക് റിക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ ആ ലെവലിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തിയത് കൊണ്ട്, അപ്പോഴാണ് നമുക്ക് അവനോട്, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നാം അവനെ ആത്മാവായ ക്രിസ്തുവായിട്ട് കാണുന്നു. പോൾ യേശുവിനെ പറ്റി കേട്ടിരുന്നു, ജഡപ്രകാരം അറിഞ്ഞിരുന്നു. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ അവൻ എന്ത് ചെയ്തു? മരിച്ചുയർത്തവനായ യേശുവിനെ, ആത്മാവാകുന്ന ക്രിസ്തുവിനെ അവൻ നേരിൽ കണ്ടു കഴിഞ്ഞപ്പോൾ
അവനെപ്പറ്റി വായിച്ചുള്ള അറിവൊക്കെ അങ്ങ് മാറി. അതിനപ്പുറത്ത് എന്തായി തീർന്നു? ആത്മാവിൽ യേശുവിനെ, അവനെ ജീവിപ്പിക്കുന്ന യേശുവിനെ അവന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, യേശുവിനെ തീർച്ചയായും നമ്മൾ വായിച്ചറിയണം. പക്ഷേ വായിച്ചുള്ള അറിവിലല്ല നമ്മൾ നിൽക്കേണ്ടത്. എന്തു വേണം? ആത്മാവാകുന്ന ക്രിസ്തുവുമായി നമുക്കുള്ള സഹവാസത്തിലൂടെ. എല്ലാവരും യേശുവിനെ ജഡപ്രകാരം അറിയണം, എന്നാൽ അതിൽ ഒതുങ്ങരുത്. മതം ജഡപ്രകാരമുള്ള ഒരു യേശുവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? അതിനപ്പുറത്ത് ആത്മാവാകുന്ന ക്രിസ്തുവുമായിട്ടുള്ള ഒരു സഹവാസമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. യേശു ശരീരത്തിൽ നിന്നപ്പോൾ അവൻ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, വെള്ളം വീഞ്ഞാക്കി, അത്തിയെ ഉണക്കി. എന്നാൽ അവൻ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നു, 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ നമ്മളെ നിരപ്പിച്ചു. ആത്മാവാകുന്ന ക്രിസ്തു അദൃശ്യ ലോകത്ത് എൻ്റെ കൈ പിടിച്ച് ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഇതാ നഷ്ടപ്പെട്ടു പോയ പാപിയായ സാജു, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന സാജു, ഇതാ ഇപ്പോൾ ആ സാജുവിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ദൈവത്തിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കാൽവറി ക്രൂശിൽ അവൻ എന്ത് ചെയ്തതുകൊണ്ടാണ്? എന്നെയും ദൈവത്തെയും നിരപ്പിച്ചത് കൊണ്ടാണ്. ഇത് നടന്നത് എവിടെയാണ്? ജഡത്തിൻ്റെ ലോകത്തിലല്ല. എവിടെയാണ് നടന്നത്? ആത്മാവിൻ്റെ ലോകത്തിലാണ്. ആ ബന്ധമാണ് എന്നെ ഡിഫറൻ്റായിട്ട് ഇപ്പോൾ എന്താണ് പുതിയ സൃഷ്ടിയിൽ, ഈ പുതിയ സൃഷ്ടിയിൽ മാത്രമേ എനിക്കിത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. പുതിയ സൃഷ്ടിയിൽ മാത്രമേ എനിക്കിത് അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് പോൾ പറയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അവൻ്റെ പഴയ ബ്രീഡ് കഴിഞ്ഞുപോയി. ഇനിയിപ്പോൾ അവൻ ജീവിക്കുന്നത് യേശുവിനെ പോലെ തന്നെ ആയിരിക്കും. കാര്യം അവൻ യേശുവിൻ്റെ ബ്രീഡാണ്. യേശു എങ്ങനെ ജീവിച്ചു? യേശു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു. പുതിയ ബ്രീഡ്, ഒരു പുതിയ സൃഷ്ടി ഒരിക്കലും തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുകയില്ല. ആകയാൽ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്ത് തീരുമാനം? ഇനി എല്ലാവരും, ഒരുവൻ മരിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. നിങ്ങൾക്കും എനിക്കും വേണ്ടി യേശു കർത്താവ് മരിച്ചു. അപ്പോൾ ഞാനും മരിച്ചു. എന്നിട്ട് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ ജീവൻ എന്ന് പറയുന്നത് പഴയ ജീവിതമല്ല. എന്താണ്? പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി ഒരിക്കലും തനിക്ക് വേണ്ടി ജീവിക്കത്തില്ല. ഞാനൊരു പുതിയ സൃഷ്ടിയാണെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ജീവിക്കത്തില്ല. ഞാനൊരു പുതിയ സൃഷ്ടിയാണെങ്കിൽ എന്നിൽ സ്വാർത്ഥത കുടിയേറുകയില്ല. ഞാനൊരു പുതിയ സൃഷ്ടിയാണെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും എങ്ങനെയെങ്കിലും ഇവിടെ കൂടുതൽ സമ്പാദിക്കും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല. വെൻ ഐ എം എ ന്യൂ ക്രിയേഷൻ ഐ സ്റ്റാർട്ട് ലിവിങ് ഫോർ അതേഴ്സ്. അതാണ് അതിൻ്റെ തെളിവ് തന്നെ. ഞാനൊരു പുതിയ സൃഷ്ടിയായെന്നുള്ളതിൻ്റെ തെളിവ് തന്നെ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തുകയാണ്. ആത്മീയമായിട്ടും അങ്ങനെ തന്നെ. ഞാൻ മാത്രം സ്വർഗത്തിൽ പോകണമെന്നുള്ള ചിന്ത മാറുകയാണ്. എത്രയും ആളുകളെ കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, ഞാൻ യേശുവിന് വേണ്ടി. നമുക്ക് നമ്മുടെ കണ്ണുകളെ വയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? അതിൻ്റെ തെളിവ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. ഭൗതികമായും ആത്മീകമായും സ്വാർത്ഥരായ ഒരു മീ ഫസ്റ്റ് വേൾഡിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടൊന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, ഞാൻ പലപ്പോഴും എനിക്ക് വേണ്ടി ജീവിച്ചു പോയി. എൻ്റെ ആത്മീയതയും എൻ്റെ ഭൗതികതയും എൻ്റെ ഏറ്റവും വലിയ കൺസേണായിപ്പോയി. എന്നോട് ക്ഷമിക്കണമേ. പകരം കർത്താവേ, നീ മരിച്ചതോടെ ഞാനും മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം എന്നെ ഒന്നുകൂടി ഓർപ്പിക്കണമേ. പഴയ ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നവർ എന്ന് പറയുമ്പോൾ നിന്നിൽ ജീവിക്കുന്നതാണെന്നുള്ള ആ ബോധ്യം എനിക്ക് തരണമേ. കർത്താവെ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാണെന്നുള്ള ആ തിരിച്ചറിവിൽ ജീവിപ്പാൻ സഹായിക്കണമേ. എത്ര പേര് പറയും? കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, ഹല്ലേലൂയ, നീ എനിക്ക് വേണ്ടി മരിച്ചു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ പഴയ ഞാൻ മരിച്ചു എന്ന് ഞാൻ അറിയുന്നു. പക്ഷേ പലപ്പോഴും പഴയ മനുഷ്യനാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നോട് ക്ഷമിക്കണേ കർത്താവേ. ഇല്ല കർത്താവേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ള വാക്യത്തിൻ്റെ
ആന്തരികമായ യാഥാർത്ഥ്യത്തെ ഞാൻ ഇന്ന് ഏറ്റെടുത്ത് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഐ എം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വാ തുറന്ന് കർത്താവിനോടൊന്ന് പറയാമോ? ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. എനിക്ക് വേണ്ടി ജീവിക്കാൻ കഴിയില്ല. ഞാൻ യേശുവിൻ്റെ ബ്രീഡിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും എനിക്ക് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു. ഞാനും കർത്താവെ ഒരു തീരുമാനമെടുക്കുകയാണ്, നിർണയമെടുക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, എല്ലാവർക്കും വേണ്ടി എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, ഇനി ഞാനും മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. സ്വാർത്ഥത വെടിഞ്ഞ് കർത്താവെ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാൻ, എനിക്കങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാനല്ല, ഒരു കണ്ണിനും ദയയില്ലാതെ വഴിയിൽ നിന്ന് എന്നെ നീ പിടിച്ച് നിൻ്റെ ആ രക്ഷയുടെ പേടകത്തിൽ കയറ്റി. പക്ഷേ കർത്താവെ, എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങ് ചെല്ലാൻ മാത്രമല്ല, വഴി നിൽക്കുന്ന എല്ലാവരെയും കയറ്റുവാൻ എന്നെ സഹായിക്കണേ കർത്താവെ. ഓരോരുത്തരുടെയും കൈ പിടിച്ച് ഈ പേടകത്തിലേക്ക് കയറ്റുവാൻ തക്കവണ്ണം എന്നെ നീ ഒരുക്കണമേ കർത്താവെ. തീരുമാനമെടുക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പെട കർത്താവെ. അനേകരെ ഈ ദിവസങ്ങളിൽ കർത്താവെ വഴിവെക്കൽ, ലോകത്തിൻ്റെ വഴിവെക്കൽ രക്ഷയുടെ പേടകം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ആ വഴിവെക്കൽ കൈ കാണിച്ച് മടുത്തു നിൽക്കുന്ന യാതൊരു കണ്ണിനും ദയയില്ലാത്ത ആളുകളുടെ മധ്യത്തിലേക്ക് ചെന്നവരെ കൈ പിടിച്ച് നിരപ്പിൻ്റെ ആ ലോകത്തിലേക്ക് കയറ്റുവാൻ എന്നെ നീ സഹായിക്കണേ കർത്താവെ. അവിടുത്തെ കൃപ ചൊരിയണമേ. അങ്ങനെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.